ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള എൻ്റെ ഇതര പ്രാസ്ഥാനിക സുഹൃത്തുക്കളെ, വളരെ എൻ്റെ പേര് ആദ്യം ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സലാഹുദ്ദീൻ, നാട് മഞ്ചേരി പയ്യനാട്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വിദ്യാർത്ഥിയാണ്. ഞാൻ ആദ്യമായി നമ്മുടെ മൗലവി സാഹിബിനോട് ചോദിക്കുന്നത്, നമുക്ക് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി സുഹൃത്തുക്കൾ നൽകിയ നമ്മുടെ മുഖാമുഖത്തിന്റെ പോസ്റ്ററും അതോടൊപ്പം എനിക്ക് ലഭിച്ച ഒരു ലഘുലേഖയും, ഇത് നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ വീടുകൾ തോറും വിതരണം ചെയ്തിട്ടുണ്ടാവും. പ്രൊഫ്കോൺ അതുപോലെ വിസ്ഡം ഈ പരിപാടിയുടേതാണ്, ഇവരുടെ നേതൃത്വത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇതിൽ നിന്നാണ് എനിക്കൊരു സംശയം ഉന്നയിക്കാനുള്ളത്. അതിന്റെ മൂന്നാമത്തെ ഭാഗത്ത് കാണാം, ഇമാമുകളുടെ ഈ വരികൾ കൂടി വായിക്കുക എന്ന് പറഞ്ഞ് നബിദിനാഘോഷം ബിദ്അത്താണ്, അത് ശരിയല്ല, അനാചാരമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് മഹാന്മാരുടെ ഉദ്ധരണി കൊടുക്കുന്നത് കാണാം. ഇമാം സുയൂത്തി റഹിമഹുല്ലാ ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ മറുപടി ഉദ്ധരിക്കുന്നത് കാണുക. കാലത്തിന്റെ ഹാഫിളും ഇസ്ലാമിന്റെ ഷെയ്ഖുമായ ഇബ്നു ഹജറിനോട് നബിദിനാഘോഷത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു: മൗലിദ് ആഘോഷത്തിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ് (അനാചാരമാണ്). 3 നൂറ്റാണ്ടുകളിലെ സച്ചരിതരായ മുൻഗാമികളിൽ നിന്ന് ഒരാളിൽ നിന്ന് പോലും അത് നിവേദനം ചെയ്തതായി വന്നിട്ടില്ല. അൽ ഹാവി ലിൽ ഫതാവ 1/196. ഈ ലഘുലേഖയിൽ ഇത് വായിച്ച ഒരാൾ മനസ്സിലാക്കുക, നബിദിനാഘോഷത്തെ ശക്തമായി എതിർക്കുകയും ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വാദിക്കുന്നു എന്നാണ്. എന്താണ് ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? തുടർന്നുള്ള ഇത് എന്താണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നബിദിനാവകാശത്തെ അംഗീകരിക്കുന്നോ ഇല്ലേ? ഇൻഷാ അല്ലാഹ് തുടർ വിശദീകരണത്തിന് വേണ്ടി ചോദിക്കും. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഉള്ളത്. ബഹുമാനായ ചോദ്യകർത്താവ്, നാം ഇറക്കിയ ഒരു ലഘുലേഖയിൽ നിന്നുള്ള ഒരു പരാമർശം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടാണ് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ മൗലിദുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആ ലഘുലേഖയിൽ പറഞ്ഞത് അങ്ങനെ തന്നെയാണോ എന്നുള്ളതാണ് സഹോദരന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം. അതിന് ബാക്കി ഭാഗത്ത് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞ വരികൾ കൂടി ഉണ്ടല്ലോ എന്നതായിരിക്കാം. ശരിയാണ്, ശേഷം ചില പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞ അസ്ഖലാനി ഇമാം തന്നെ ആദ്യം പറഞ്ഞ ഭാഗം എന്താണ്? ഇതിന്റെ അസ്ല് ബിദ്അത്താണ്. മാത്രവുമല്ല, ഉത്തമരായ 3 നൂറ്റാണ്ടുകളിൽ നിന്ന് ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ കൈമാറി വന്നിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ഇനി ഇമാം അസ്ഖലാനിക്ക് അതിന്റെ അഭിപ്രായം എന്ത്? ആ അഭിപ്രായത്തിന് ഏറ്റവും കാതലായ വശമാണ് അത്. ശേഷം അദ്ദേഹം പറഞ്ഞത്, എന്നാൽ അതിന്റെ ഭാഗമായി നടക്കുന്ന ആചാരങ്ങളിൽ, ആഘോഷങ്ങളിൽ ഒരുപാട് നന്മകൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ നന്മകൾ ഒരാൾ ഉൾക്കൊള്ളുകയും തിന്മകളെ മാറ്റിവെക്കുകയും ചെയ്യുന്നുവെങ്കിൽ നല്ല ബിദ്അത്താണ്. അതല്ലെങ്കിൽ ഫലാ. അല്ലാഹു അക്ബർ. സംശയം അല്ലാഹു അക്ബർ, അതുകൊണ്ട് നിങ്ങൾക്ക് നിലക്കണ് ഈ കോലത്തെ ശിർക്ക് പ്രചരിപ്പിച്ചിട്ടു. അപ്പൊ അതുകൊണ്ട് അതല്ലെങ്കിൽ ഇല്ല ഫലാ, അല്ലെങ്കിൽ അതുമില്ല, അല്ലെങ്കിൽ അതുമില്ല. ആരെങ്കിലും അതിലെ നന്മകൾ മാത്രം അയാൾ കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ നല്ല ബിദ്അത്താണ്, അല്ലെങ്കിൽ അതുമല്ല എന്നുകൂടി ശേഷമുള്ള വരികൾ വന്നിട്ടുണ്ട്. ശരിയാണ്, അത് ഇമാം സുയൂത്തിയുടെ അൽ ഹാവി ലിൽ ഫതാവയിൽ എടുത്തു കൊടുത്തിട്ടുമുണ്ട്. അത് പറഞ്ഞ അസ്ഖലാനിയും പ്രത്യേകം പറഞ്ഞു, എന്ത്? ഇതിലെ അസ്ലു ബിദ്അത്താകുന്നു. അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ. ഈ മൗലിദ് എന്ന അമലിന്റെ അടിസ്ഥാനം ബിദ്അത്താണ് എന്ന് മാത്രമല്ല, ഉത്തമരായ 3 നൂറ്റാണ്ടിൽപ്പെട്ട ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പരാമർശിക്കുകയുണ്ടായി. നമ്മുടെ നാടുകളിൽ സാധാരണ പ്രചരിപ്പിക്കാറുണ്ട്, ഇത് ആയത്തുണ്ട്, ഹദീസുണ്ട്, അതേപോലെ അബൂബക്കർ സിദ്ദീഖ് ചെയ്തിട്ടുണ്ട്, ഉമർ ഫാറൂഖ് ചെയ്തിട്ടുണ്ട്, ഉസ്മാൻ അഫ്ഫാൻ ചെയ്തിട്ടുണ്ട്, അലി ഇബ്നു അബി ത്വാലിബ് പറഞ്ഞിട്ടുണ്ട്,
അതുപോലെ ഹസൻ ബസ്രി പറഞ്ഞിട്ടുണ്ട്, ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ റബീഉൽ മാസം പിറന്നപ്പോഴേക്ക് നാടുനീളെ വ്യാപകമായി പോസ്റ്ററുകളും നോട്ടീസുകളും എല്ലാം സാധാരണ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഈ പ്രാവശ്യം അത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് വായിച്ച ആളുകൾ ധരിക്കുന്നു അവരൊക്കെ ചെയ്തു പോന്ന, അവരിൽ നിന്നൊക്കെ കൈമാറി വന്ന ഒരു ആചാരമാണ്, ഒരു ആഘോഷമാണ് എന്ന് ആളുകൾ ധരിക്കുന്നു. അപ്പൊ അങ്ങനെയല്ല, അവരാരും അത് പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ കൈമാറി വന്നതുമല്ല, ഉത്തമ നൂറ്റാണ്ടുകളിൽ പരിചയമുള്ളതുമല്ല, പിൽക്കാലത്ത് വന്നതാണ്. എന്നാൽ വന്നതിനു ശേഷമുള്ള പണ്ഡിതന്മാരിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചവരുണ്ട്. ഈ ആചാരം ഉണ്ടായതിനു ശേഷം ഇതേക്കുറിച്ച് വ്യത്യസ്ത നിലപാടുകൾ പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുണ്ട്. ചിലർ മോശപ്പെട്ട ബിദ്അത്താണ്, ഹറാമോ കറാഹത്തോ ആകാനേ നിർവാഹമുള്ളൂ എന്ന് പറഞ്ഞവരുണ്ട്. ചിലര് നല്ല ബിദ്അത്താണ് എന്ന് പറഞ്ഞവരുണ്ട്. നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞവരും പ്രത്യേകം പറഞ്ഞ എന്താണ്, അതിന്റെ ഭാഗമായി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ സ്വതക്ക ചെയ്യുന്നു, അതേപോലെ ഉള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നു, അത് മാത്രം ഒരാൾ എടുക്കുന്നുവെങ്കിൽ നല്ല ബിദ്അത്ത്, ഇല്ലെങ്കിൽ അതുമില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഇനി അതല്ല, അതൊക്കെ മാറ്റിവെച്ചാലും ആ ഷർറെല്ലാം ഒഴിവായാലും മൗലിദ് എന്ന നെയ്യത്തുണ്ടായാൽ തന്നെ ബിദ്അത്തായി എന്ന് പറഞ്ഞവരും പണ്ഡിതന്മാരിൽ ഉണ്ട്. അതുകൊണ്ട് ഹിജ്റ 630 മരിച്ച മുദഫർ രാജാവ് അദ്ദേഹം തുടങ്ങി വെച്ചൊരു ആചാരം, അദ്ദേഹം തുടങ്ങിയതിനു ശേഷം ജീവിച്ച പണ്ഡിതന്മാരിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ അഭിപ്രായം പറഞ്ഞവരെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയ ഒന്നാണ്, ആദ്യ നൂറ്റാണ്ടുകളിൽ ഇത് പരിചയമില്ല. ആ ലഘുലേഖയിൽ ഏതൊക്കെ പണ്ഡിതന്മാർ എന്തൊക്കെ അഭിപ്രായം പറഞ്ഞു എന്ന് പഠിപ്പിക്കലല്ല അവിടെ ഉദ്ദേശം. ലോകത്തുള്ള പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ആരൊക്കെ എന്തൊക്കെ വീക്ഷണം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയലല്ല അതിന്റെ ഉദ്ദേശം. നേരെ മറിച്ച് ആദ്യ നൂറ്റാണ്ടുകളിൽ ഇതില്ല എന്ന് പഠിപ്പിക്കലാണ് ഉദ്ദേശം. അതിന് ആ ഭാഗം എടുത്തു കൊടുത്തു എന്ന് മാത്രം. ബാക്കി ഭാഗങ്ങൾ കൊടുക്കാമായിരുന്നില്ലേ? കൊടുക്കാമായിരുന്നു, നല്ല കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് ആദ്യ നൂറ്റാണ്ടുകളിൽ ഇത് ഉണ്ടായിരുന്നില്ല എന്ന ഭാഗം അത് ഹൈലൈറ്റ് ചെയ്യാൻ, അത് എടുത്തു കാണിക്കാനാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ആ ഭാഗം കൊടുത്തിട്ടുള്ളത്. ശരി. അപ്പോ മൗലവി സാഹിബ് പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തോ പിൽക്കാലത്തോ ഇത് ചെയ്തു പോന്നിട്ടില്ല, അന്നൊന്നും ഒരു അസിരില്ല എന്നാണ്. പക്ഷെ അവിടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളുടെ ഈ ഇബാറത്ത് കാണുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം കാണുന്ന ഏതൊരാളും മനസ്സിലാക്കുന്ന എന്താണ്, മൗലിദ് ആഘോഷത്തിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്, ബ്രാക്കറ്റ് അനാചാരമാണ്. ഈ അനാചാരം എന്നതിന്റെ അറബിയെന്ന് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അനാചാരം. ഓക്കെ, പിന്നെ അതിനുശേഷമുള്ളതൊന്ന് വായിക്കണം. കാരണം പിന്നെ അപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഇത് അനാചാരമാണ് എന്നാണോ, അല്ല ബിദ്അത്തു ഹസന എന്നാണോ? ബിദ്അത്തുൻ ഹസന എന്ന് ഇമാം അസ്ഖലാനി നിരുപാധികം രേഖപ്പെടുത്തിയിട്ടില്ല. അത് അസ്ഖലാനി എന്ന ലോകത്ത് ഒരു ഇമാമും രേഖപ്പെടുത്തിയിട്ടില്ല. സുയൂത്തി ഇമാം പോലും നിരുപാധികം നല്ല ബിദ്അത്ത് എന്ന് അതേക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. മൗലിദിനെ കുറിച്ച് ചോദിക്കപ്പെടുമ്പോൾ ഇത് നല്ല ബിദ്അത്താകുന്നു എന്ന് പറഞ്ഞിട്ടല്ല അവരാരും അതിനെ മറുപടി ആരംഭിച്ചത്. ഇമാം അസ്ഖലാനിയും അങ്ങനെ തന്നെയാണ്. ആ അസ്ഖലാനിയുള്ള ചോദ്യം ഇമാം സുയൂത്തി റഹിമഹുല്ലാ അദ്ദേഹം അൽ ഹബീൽ ഫതാബയിൽ എടുത്തു കൊടുക്കുകയാണല്ലോ. അതിൽ നിന്നാണല്ലോ ഈ ഭാഗം സാധാരണ ഉദ്ധരിക്കാറുള്ളത്. അപ്പൊ അവിടെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അത് അദ്ദേഹം നൽകിയ മറുപടിയാണ്. വഖദ് സുഇല ശൈഖുൽ ഇസ്ലാം ഹാഫിദുൽ അസ്ർ അബുൽ ഫളൽ അഹ്മദ് ഇബ്നു ഹജർ അൻ അമദുൽ മൗലിദി. അമദുൽ മൗലിദിനെ കുറിച്ച് ഹാഫിദുൽ അസ്റായ ഇമാം അസ്ഖലാനി ചോദിക്കപ്പെട്ടു. ഫഅജാബ, അദ്ദേഹം മറുപടി നൽകി. ബിമാനസുഹു, ആ മറുപടിയുടെ നസ്വന്ത അസ്ലു അമദുൽ മൗലിദി ബിദ്അത്തുൻ, അമദുൽ മൗലിദിന്റെ അസ്ല് ബിദ്അത്താണ്. അവിടെ ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞിട്ടില്ല. ബിദ്അത്ത് ഹസന എന്ന് പറയാതെ ബിദ്അത്ത് എന്ന് മാത്രം പറഞ്ഞു. ആ ബിദ്അത്ത് എന്ന വാക്കിനാണ് മലയാളത്തിൽ അനാചാരം എന്നർത്ഥം കൊടുക്കാവുന്നത്. ഇനി ഹസനത്ത് കൂട്ടുമ്പോ വേണമെങ്കിൽ എന്ത് പറയാം? നല്ല അനാചാരം എന്ന് പറയാം. അത് ഹസന പറയുമ്പോ, ഹസന പറയുന്നിടത്ത് ഇവിടെ അത് പറഞ്ഞിട്ടുമില്ല. ഇവിടെ അസ്ലു അമദിൽ മൗലിദ് ബിദ്അ, മൗലിദ് എന്ന അമദിന്റെ അടിസ്ഥാനം ബിദ്അത്താണ്. ലം തുൻഖൽ, അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസതി, 3 നൂറ്റാണ്ടുകളിൽപ്പെട്ട സലഫു സ്വാലിഹുകളായ ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. സലഫു സ്വാലിഹുകളിൽപ്പെട്ട 3 നൂറ്റാണ്ടിൽപ്പെട്ട സലഫു സ്വാലിഹുകളായ ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് പിന്നെ പറഞ്ഞ വാചകമാണ് വലാകിന്നഹ
എന്നാൽ അത് മഅദാലിക അതോടുകൂടെ ഏതോടുകൂടെ ഉത്തമ നൂറ്റാണ്ടുകാരായ ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നതോടുകൂടെ ഖദിസ്തമലത് അലാ മഹാസിന വളിദ്ദിഹാ ഒരുപാട് നന്മകളും അല്ലാത്തവയും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒരുപാട് നന്മയും അല്ലാത്തവയും ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് ഫമൻ തഹറ ഫീ അമലിഹാ അൽ മഹാസിന ആ നന്മകളെ ഒരാൾ കാത്തു സൂക്ഷിക്കുകയും വതജന്നബ ളിദ്ദഹാ അതിന്റെ എതിരായതിനെ ഒഴിവാക്കുകയും ചെയ്യുന്നുവെങ്കിൽ കാന ബിദഅത്തൻ ഹസന നല്ല ബിദഅത്തായി മാറും. വഇല്ലാ ഫലാ എവിടെ തക്ബീർ ഇപ്പോഴേ തക്ബീറുണ്ട്. വഇല്ലാ ഫലാ അല്ലെങ്കിൽ അതുമില്ല. അപ്പൊ അതില് നല്ല കാര്യങ്ങളുണ്ട്, അല്ലാത്ത കാര്യങ്ങളുണ്ട്. ആ നല്ല കാര്യങ്ങളെ മാത്രം എടുക്കുന്നുവെങ്കിൽ നല്ല ബിദ്അത്ത്, ഇല്ലെങ്കിലോ അതുമില്ല, നല്ല ബിദ്അത്തുമാവുകയില്ല. അപ്പൊ അസ്ല ബിദ്അത്താകുന്നു. ഉത്തമരായ 3 നൂറ്റാണ്ടിൽപ്പെട്ട ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല എന്നതിൽ ഇമാം അസ്ഖലാനിക്കും തർക്കമില്ല, ഇമാം സുയൂത്തിക്കും തർക്കമില്ല, ഫാക്കിഹാനിക്കും തർക്കമില്ല, ഇബ്നുൽ ഹാജിനും തർക്കമില്ല, അബൂശാമക്കും തർക്കമില്ല. ഇത് പരാമർശിച്ച ഏതൊക്കെ പണ്ഡിതന്മാരുണ്ടോ അവർക്കാർക്കും ആ വിഷയത്തിൽ തർക്കമില്ല. ഇനി അതിന്റെ ഭാഗമായി നല്ല കാര്യം നടക്കുന്നുണ്ട്, സ്വലാത്ത് നടക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, പലതും നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ വിധിയിൽ പണ്ഡിതന്മാർ പല അഭിപ്രായം രേഖപ്പെടുത്തി. ചിലര് പറഞ്ഞു നല്ല ബിദ്അത്താണ്, ചിലര് പറഞ്ഞു ആ നിയ്യത്തുണ്ടായാൽ തന്നെ അത് ഇസ്ലാമിന്റെ ആ നല്ലത് എന്ന വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി. കാരണം എന്താ, ദീനിൽ ഒരു പുതിയ നിയ്യത്ത് ഏറ്റാൻ പോലും നമുക്ക് അധികാരമില്ല എന്ന് പറഞ്ഞാണ് ഇബ്നു ഹാജുൽ മാലിക്കി. അപ്പൊ അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ലഘുലേഖയിൽ നാം ഉദ്ദേശിച്ച എന്താണ്, ആദ്യ 3 നൂറ്റാണ്ടിൽ നിന്ന് ഇത് കൈമാറി വന്നതല്ല എന്ന് ഞങ്ങൾ മാത്രം പറയുന്ന ഒന്നല്ല. അത് മുജാഹിദീങ്ങളുടെ ആരോപണമല്ല. നേരെ മറിച്ച് സുദീഖുൽ അക്ബർ, ഉമർ ഖത്താബും ഒക്കെ നടത്തി എന്ന് സാധാരണ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് വ്യാജമാണ്, അതില്ലാത്തതാണ്, അത് ഇവരാരും അംഗീകരിച്ചതല്ല എന്നതാണ് അതിലൂടെ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവിടെ വലാകിന്നഹ മഅദാലിക എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, നിങ്ങൾക്ക് പറയാം. ഞാൻ പറഞ്ഞല്ലോ. പറയും. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞോളൂ. നമ്മൾക്ക് ഈ വാർത്ത കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിട്ട് പറഞ്ഞല്ലോ. ഒരു പ്രാവശ്യം പറഞ്ഞു ഉത്തമ നൂറ്റാണ്ടുകാരിൽ നിന്ന് കൈമാറി വന്നിട്ടില്ല എന്നതോടൊപ്പം തന്നെ വലാകിന്നഹ. അപ്പൊ അങ്ങനെ ആ ബിദ്അത്ത് അവരോടുകൂടെ, അനാചാരം അവരോടുകൂടെ, എന്നിട്ട് പിന്നെ അനാചാരം അവരോടുകൂടെ പിന്നെ അതിൽ ഖൈറ് കൊണ്ടെന്നാൽ അതിന് കൂലിണ്ട് എന്നാണ്. നല്ല ബിദ്അത്താണ്. അതന്നെ നല്ല ബിദ്അത്ത് പറഞ്ഞ കൂലി ഉണ്ടെന്നല്ലേ എന്നാണ് അസ്ഖലാനി പറഞ്ഞത്. എന്തിനാണ് സുഹൃത്തെ എന്താ പ്രശ്നം? കൂടുതലായിട്ട് ശ്രദ്ധിക്കണത്. അതായത് നമ്മള് അതിന് കൊടുക്കുന്നല്ലോ പോലെ അതിന് കൊടുന്നാണല്ലോ ഓലെ ദൗത്യം ചെയ്യും. അതെ, ഞാൻ പറയുന്നത് എന്തിനാണോ കൊണ്ടുവന്ന ആ ദൗത്യം നിർവഹിച്ചോട്ടെ. അല്ല, നമ്മൾ നിഷ്പക്ഷമായിട്ട് ഖൈർ ഉദ്ദേശിച്ച് മാത്രമാണ് എന്നല്ലാതെ നമ്മൾ ഒരാളെ തോൽപ്പിക്കാനോ ഒരാളെ മുട്ടുകുത്തിക്കാനോ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് കൊണ്ടുവന്നത് മൗലിദ ആഘോഷത്തിനെ കുറിച്ച് ഇത് വായിക്കുന്ന ഒരാള് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഇത് അനാചാരമാണെന്ന് പറയേണ്ടി വരും. അല്ലേ? അനാചാരം എന്ന് പറയേണ്ടി വരും. കാരണം നിങ്ങൾ പറഞ്ഞു ബിദ്അത്തിന് അനാചാരം എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തു. എന്നിട്ട് പിന്നെ ആ അനാചാരം അവരോടുകൂടെ പിന്നെ കൂലി കിട്ടുന്നോ? അത് കണ്ടീഷൻ വെച്ചു. അതെ, ആയിക്കോട്ടെ, നിരുപാധികം പറഞ്ഞിട്ടില്ല. ഓക്കെ, കണ്ടീഷൻ വെച്ചു. എന്താ നമ്മളെ അവിടെ കണ്ടീഷൻ വെച്ചത്? നല്ല ഖൈറായ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ബിദ്അത്തു ഹസനയാണ് എന്നല്ലേ? അപ്പോ പിന്നെ നല്ല കാര്യം ഏതൊക്കെയാണ് നല്ല കാര്യം കൊണ്ട് ഉദ്ദേശങ്ങൾ? ഒന്ന് ഞാൻ പറഞ്ഞത് അസ്ഖലാനിയുടെ വാക്കല്ലേ? അതെ, അതാ പറഞ്ഞത്. തിരിച്ചു ചോദിച്ചോളി, ഏതാ ചീത്ത കാര്യം? അത് ഞാൻ കിതാബിൽ വായിച്ചു കാണിച്ചാ. അല്ല, നല്ല കാര്യങ്ങൾ ഇവിടെ ചീത്ത കാര്യം പറഞ്ഞല്ലോ. ഇതിന് കൂടെ അലാ മഹാസിന വളിദ്ദിഹാ എന്ന് പറഞ്ഞല്ലോ. വലാകിന്നഹാ ഖദ് ഇസ്തമല അലാ മഹാസിന വളിദ്ദിഹാ. ഒരുപാട് നന്മയുണ്ട്, ഒരുപാട് തിന്മയുണ്ട് അതിന്റെ ഭാഗമായി നടക്കുന്നത്. ശരിയാണ്. റബീഉൽ 12 നമ്മുടെ നാട്ടിന്റെ ഭാഗമായി ചെയ്യുന്ന എല്ലാ കാര്യവും ഒരു ശിർക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നില്ലല്ലോ. അതിന്റെ ഭാഗമായി ഖുർആൻ ഓതുന്ന മനുഷ്യന്മാരുണ്ട്. ആ ഖുർആൻ ഓത്ത് ഇതിന്റെ പേരിലാകുമ്പോൾ ബിദ്അത്തുൻ ഹസന എന്ന് പറയണോ? അതല്ല അതും ബിദ്അത്തുൻ സയ്യിആകുമോ എന്നും വരാമല്ലോ. റബീഉൽ 12 ഒരാൾ പ്രത്യേകം ഖുർആൻ ഓത്തുണ്ടാക്കി. 11-നില്ലാത്ത 13-നില്ലാത്ത ഒരു സ്പെഷ്യൽ ഖുർആനോത്ത് ഒരാൾ 12-ന് നടത്തി. നബി തങ്ങൾ ജനിച്ച മാസല്ലേ, നബി ജനിച്ച ദിവസമല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കേ, അദ്ദേഹം ശ്രദ്ധിക്കട്ടെ. നിങ്ങൾ നബി തങ്ങൾ ജനിച്ച ദിവസമാണല്ലോ, അതുകൊണ്ട് ഞാനെന്നൊരു 10 സൂറത്ത് ഓതുകയാണ് എന്ന് പറഞ്ഞ ഒരാൾ ഖുർആൻ ഓതി. ആ ഖുർആൻ ഓതൽ എന്താണ്?
റബീഉൽ അവ്വൽ 12-ന് ഒരു പ്രത്യേക ഖുർആനോത്തര ഉണ്ടാക്കി, 11-നോ 13-നോ ഇല്ലാത്തത്. ഖുർആൻ ഓതുക എന്ന് എന്താണ്? നല്ല കാര്യമാണ്. ഇതിന്റെ പേരിലാകുമ്പോഴോ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ബിദ്അത്തുൻ ഹസന, മറ്റൊരു വിഭാഗം പറയുന്നു ഈ നിയ്യത്തുണ്ടായാൽ തന്നെ അത് പോയി. ഈ രണ്ട് അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അത് സുയൂത്തിയും പറഞ്ഞിട്ടുണ്ട്. ഈ അധ്യായം ആരംഭിക്കുന്നത് ഉസ്തുൽ മഖ്സദി ഫീ അമദിൽ മൗലിദി എന്ന അധ്യായം ആരംഭിക്കുന്നിടത്ത് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് പറഞ്ഞെന്താണ്? ഇൻദി അന്ന അമദൽ മൗലിദി അല്ലദി ഹുവ ഇജ്തിമാഉൻ നാസ് വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ വൽ അഖ്ബാരിൽ വാരിദ ഫീ മബ്ദഇ അംരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൗലിദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുക, നബിതങ്ങളുടെ തുടക്കവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ പാരായണം ചെയ്യുക, ഭക്ഷണം കഴിച്ചു പിരിയുക. മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, അതിനേക്കാൾ മറ്റൊന്നും വർദ്ധിപ്പിക്കാതെയാണെങ്കിൽ. അപ്പൊ ഒരാളെ ആകെ എന്തേ ചെയ്തുള്ളൂ? കുറച്ച് ഖുർആൻ ഓതി, കുറച്ച് ഹദീസും പറഞ്ഞു, എന്നിട്ട് പിരിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് വേറെ ഒന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. റബീഉൽ അവ്വലല്ലേ, 12-ാം തീയതിയല്ലേ, അല്ലെങ്കിൽ ആ മാസമല്ലേ, നബിതങ്ങൾ ജനിച്ച മാസമാണല്ലോ, ദിവസമാണല്ലോ എന്ന നിലക്ക് ഒരു ഖുർആനോത്ത്, ഒരു ഹദീസ് പാരായണം ഇത് ഒരാൾ സ്പെഷ്യലായി ഉണ്ടാക്കി എങ്കിൽ അതുപോലും നല്ല ബിദ്അത്താണ്. മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, ഈ പറഞ്ഞതിനേക്കാൾ വേറെ ഒന്നും വർദ്ധിപ്പിക്കാതെയാണെങ്കിൽ. അപ്പൊ വർദ്ധിപ്പിച്ചാലോ നല്ല ബിദ്അത്തുമല്ല എന്നർത്ഥം. വർദ്ധിപ്പിച്ചാൽ നല്ല ബിദ്അത്തുമല്ല. വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ ഖുർആൻ ഓതുന്നു, ഹദീസ് പാരായണം ചെയ്യുന്നു, ഭക്ഷണം കഴിച്ചു പിരിയുന്നു, അങ്ങനെ ചെയ്താൽ പോലും അതും എന്താണ്? നല്ല ബിദ്അത്ത് എന്ന വകുപ്പിലാണ് അവർ എണ്ണിയത്. അതാണ് അലാ മഹാസിന വളിദ്ദിഹാ. കുറെ നന്മകൾ ഇതിന്റെ ഭാഗമായി നാട്ടിൽ നടക്കുന്നുണ്ട്, അല്ലാത്തതും നടക്കുന്നുണ്ട്. ഈ നന്മകളെ മാത്രം ഒരാൾ ശ്രദ്ധിക്കുന്നു, നന്മകൾ മാത്രം ഒരാൾ ചെയ്യുന്നു എങ്കിൽ അത് നല്ല ബിദ്അത്താണ്. അല്ലെങ്കിലോ വഇല്ലാ ഫലാ, അല്ലെങ്കിൽ അതുമല്ല, അല്ലെങ്കിൽ അതുമല്ല. അതാണ് ഇമാം അസ്ഖലാനി അവിടെ രേഖപ്പെടുത്തി വെച്ചത്. അതേ അസ്ഖലാനി തന്നെ ആദ്യ ഭാഗത്ത് വ്യക്തമായി എന്ത് പറഞ്ഞു? ഇതിന്റെ അസ്ലു ബിദ്അത്താണ്. ഉത്തമ നൂറ്റാണ്ടുകളിൽ നിന്ന് ഒരാളിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല 3 നൂറ്റാണ്ടിൽ എന്ന് കൂടി പ്രത്യേകം പറയുകയും ചെയ്തു. ശരി. ബിദ്അത്ത് അനാചാരമാണെന്ന് പറയലോടെ, അപ്പൊ അനാചാരമായ ഒരു കാര്യത്തിൽ നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നാൽ അത് ബിദ്അത്ത് ഹസനത്തായി എന്ന് പറഞ്ഞവരുണ്ട് പറഞ്ഞത്. അല്ല, അങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞവരുണ്ട്. അങ്ങനെ തമാശ നിങ്ങൾക്ക് തമാശ തോന്നി. കാരണം എന്താ പറയുക, നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അനാചാരങ്ങൾ എന്തിനാ കൊടുക്കുന്നത്? അനാചാരം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതിന് ശേഷം ഇവർ കൊണ്ടുവരാണ് ഖൈറായ കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൂലിയുള്ളതാണ്, ബിദ്അത്ത് ഹസനയാണ്. മോശമായ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ ബിദ്അത്ത് സയ്യിഅാണ്. അങ്ങനെയല്ല കൊണ്ടുവന്ന്. പിന്നെ അങ്ങനെ ഈ രണ്ടിനും ഇഷ്ടിമാരുള്ള, രണ്ടിനും ഒരു സാധ്യതയുള്ള ഒരു കാര്യത്തിന് ആദ്യം ഒരു മുജ്മലായി കൊണ്ടുവന്നതിന് അനാചാരങ്ങൾ എങ്ങനെ അർത്ഥം കൊടുക്കുക? അവിടെ ആദ്യം പറഞ്ഞെടുത്ത് ഹസനത്ത് എന്നോ സയ്യിഅത്ത് എന്നോ പറഞ്ഞില്ല. ആദ്യം പറഞ്ഞെടുത്ത് ഹസനത്ത് എന്നോ സയ്യിഅത്ത് എന്നോ പറഞ്ഞില്ല. നേരെ മറിച്ച് എന്താ? മൂപ്പര് കേൾക്കട്ടെ, മൂപ്പര് കേട്ടോട്ടെ, ഇടങ്ങാറാക്കല്ലേ, മൂപ്പര് കേൾക്കട്ടെ, ചിലപ്പം മെച്ചപ്പെട്ടൂടെ ഇല്ല, അതുകൊണ്ട് കേട്ടോ ബേജാറായില്ലേ. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ അസ്ഖലാനി ആദ്യം പരാമർശിച്ചിടത്ത് ഹസനത്ത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. നേരെ ചോദ്യമാണ് മൗലിദിനെ കുറിച്ച്. അതിന് മറുപടി ആദ്യം കൊടുത്ത മറുപടി എന്താ? ഫഅജാബ ബിമാ നസ്സുഹു. ആ മറുപടി എന്താണ്? അസ്ലു അമദിൽ മൗലിദി ബിദ്അത്തുൻ. മൗലിദി എന്ന അമദിന്റെ അടിസ്ഥാനം ബിദ്അത്താകുന്നു. അതിനാണ് അനാചാരം എന്നർത്ഥം കൊടുത്തത്. അല്ലാതെ അതിന് സുന്നത്ത് അർത്ഥം കൊടുക്കാൻ പറ്റില്ലല്ലോ. തരാം, 1 മിനിറ്റോ 2 മിനിറ്റോ തരാം. ബിദ്അത്ത് എന്ന വാക്കിന് സുന്നത്താകുന്ന അർത്ഥം കൊടുക്കാൻ പറ്റില്ലല്ലോ. അതല്ലെങ്കിൽ പിന്നെ നല്ല സൽക്കർമ്മമാണ് കൊടുക്കാൻ പറ്റില്ലല്ലോ. പുത്തൻവാദം എന്ന് കൊടുത്താൽ അത് വേണമെങ്കിൽ കൊടുക്കാം, കുഴപ്പമില്ല. അത് വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം കൊടുക്കുമ്പോ പുത്തൻവാദമാകുന്നു എന്ന് കൊടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം പുത്തൻവാദം എന്ന് പറഞ്ഞാൽ പുത്തൻ ആശയം, പുതിയ കാര്യം. നിങ്ങൾ ബേജാറായില്ലേ? നിങ്ങൾക്ക് എന്താ ബേജാറത്ര? ഇസ്തിഗാസനമത്തെ ഇസ്തിഗാസൊന്നുമല്ല, അത് തവസ്സുലാണ്. അപ്പൊ ഏതായാലും ഈ വിഷയം അവിടെ ബിദ്അത്താണ്, അനാചാരമാണെന്ന് കൊടുത്തു. ഈ അനാചാരമാണെന്ന് പറയാൻ ശേഷം ഇതിനെ തഖ്സീം ചെയ്യുന്നുണ്ട്, 2 വിഭാഗമാക്കി തിരിക്കുന്നു. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബിദ്അത്താണ്, അതോടുകൂടെ തന്നെ ബിദ്അത്ത് ഹസനയാണ്, ബിദ്അത്ത് സയ്യിഅാണെന്ന് പിന്നെ കൊണ്ടുവരുന്നത്.
എന്നാ പിന്നെ ഈ തഖ്സീം രണ്ടിനും മാറ്റി അത് ശ്രദ്ധിക്കാതെ അനാചാരമാണെന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ എന്ത് മനസ്സിലാക്കും? ഇബ്നു ഹജർ ഹൈതമി തങ്ങളും ഇങ്ങനെ അനാചാരമാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയൂലേ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള്? ശരി, ഹൈതമി നിങ്ങൾ പണ്ട് സുന്നി വോയിസ് അയച്ചു കൊടുത്താണ്. അത് ആ ഓർമ്മയിലേക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവുക. മനുഷ്യനാണ് പിഴവ് സംഭവിക്കുക, അതിൽ പിടിച്ചു ആവശ്യമില്ല. ണല്ലോ നിങ്ങളെ സംബന്ധിച്ച ഹൈതമി കുറച്ച് നല്ല അസ്തനാണല്ലോ. അപ്പൊ നിങ്ങൾ എന്തായാലും മാറ്റുന്ന ഉറപ്പല്ലേ? അതുകൊണ്ടല്ല അത് വിഷയമല്ല. ഏതായിരുന്നാലും അസ്ഖലാനി ഇമാമോട് പറഞ്ഞത് എന്താ? ഇവിടെ നമ്മെ സംബന്ധിച്ച അസ്ഖലാനി ഇമാം വ്യക്തമായി പറയുന്നു, ഉത്തമരായ 3 നൂറ്റാണ്ടിൽ ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അവിടെയാണ് ഞങ്ങൾ പോയിന്റ് ചെയ്തത്. കാരണം ഈ നാട്ടിൽ സമയം തന്നെ ഈ നാട്ടിൽ വ്യാപകമായി പ്രചരിപ്പിക്കാറുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൗലിദിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്, ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞിട്ടുണ്ട്, ഹസൻ ബസ്രി പറഞ്ഞു ഉഹുദ് മലയോളം എനിക്ക് സ്വർണ്ണമുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യും? അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പാരായണത്തിന് വേണ്ടി ഞാൻ ചെലവഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണ നമ്മുടെ നാടുകളിൽ വ്യാപകമായി ക്ലിപ്പും അതേപോലെ പോസ്റ്ററും ഫ്ലക്സും ബാനറും എല്ലാം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഒന്നില്ല. അങ്ങനെ ഒന്നുണ്ട് എന്ന് പ്രാമാണികരായ അവലംബയോഗ്യരായ പണ്ഡിതന്മാർ അവലംബയോഗ്യമായ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടില്ല. നേരെ മറിച്ച് ഇതേക്കുറിച്ച് പരാമർശിച്ചവരൊക്കെ വ്യക്തമാക്കിയത് ആദ്യ നൂറ്റാണ്ടുകളിൽ കൈമാറി വന്നിട്ടില്ല. ഇനി നല്ല വിദേഹത്ത് എന്ന് ഒരു ഇമാമിന്റെ വാക്കിൽ കണ്ടതുകൊണ്ട് മാത്രം ഒരു നല്ല വിദേഹം ആവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പണ്ഡിതന്മാർ രണ്ടഭിപ്രായക്കാരാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനം വളരെ വ്യക്തമാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. ഇബ്നു മസ്ഊദിന്റെ വാചകം കുല്ലു ബിദ്അത്തിൻ ളലാല വഇൻ റആഹൻ നാസു ഹസനതൻ, ജനങ്ങൾ നല്ലതാണെന്ന് അഭിപ്രായം പറഞ്ഞാലും ശരി എല്ലാ ബിദ്അത്തും വഴികേടാകുന്നു എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. എന്നാൽ പിൽക്കാലത്ത് ഈ ഒരു ആചാരം വന്നപ്പോൾ 7-ാം നൂറ്റാണ്ടിൽ വഫാത്തായ 630 വഫാത്തായ മുദഫർ രാജാവ് ഒരു പുതിയ ആചാരം കൊണ്ടുവരികയും അതിന്റെ ഭാഗമായി കുറെ സ്വതക്കകളും കുറെ ഭക്ഷണം കൊടുക്കലും എല്ലാം ഉണ്ടായി വരികയും ചെയ്തപ്പോൾ ഇത് ചെയ്യാമോ, ചെയ്തുകൂടെ, ചെയ്താൽ കൂലി കിട്ടുമോ, കിട്ടില്ലേ, ഇത് നല്ല വിധേയത്താണോ അല്ലേ എന്നൊക്കെയുള്ള വിഷയത്തിൽ പണ്ഡിത ലോകത്ത് രണ്ടഭിപ്രായമുണ്ട്. അത് അതിനു ശേഷം വന്ന പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ നിരുപാധികം ഇത് നല്ല ബിദ്അത്താകുന്നു എന്ന് പണ്ഡിതന്മാരാരും രേഖപ്പെടുത്തി വെച്ചില്ല. നിരുപാധികം മുത്തലഖായിക്കൊണ്ട് ഇത് നല്ല ബിദ്അത്താണ് എന്ന് അവരാരും രേഖപ്പെടുത്തി വെച്ചില്ല. നേരെ മറിച്ച് ഇതിന് ചോദ്യം വന്നപ്പോൾ ഇമാം സുയൂത്തി ആണെങ്കിലും ഇമാം അസ്ഖലാനി ആണെങ്കിലും അവരൊക്കെ കണ്ടീഷൻ വെച്ചുകൊണ്ട് ഉപാധിയോടുകൂടി മാത്രമേ അവരതിന് മറുപടി പറഞ്ഞുള്ളൂ. പക്ഷെ അവരും ആദ്യഘട്ടത്തിൽ പറഞ്ഞു ഇത് ആദ്യ തലമുറകളിൽ നിന്ന് കൈമാറി വന്നതല്ല, അതുകൊണ്ട് തന്നെ ബിദ്അത്താകുന്നു. ഇനി അതിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങൾ എടുത്താലോ, നല്ല കാര്യം നടക്കുന്നുണ്ട്, അല്ലാത്തതും നടക്കുന്നുണ്ട്, ആണും പെണ്ണും കൂടിച്ചേരുന്നുണ്ട്. അതാണ് ഇബ്നു ഹജർ മാലിക് പറഞ്ഞ ഷർറുകൾ. അതേപോലെ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ ഫതാവൽ ഹദീസി പറഞ്ഞ ഷർറുകളൊക്കെ അതാണ്. അദ്ദേഹം പറഞ്ഞു ബലിസ്തമല അലാ ശർറിൻ ബൽ അലാ ശുറൂറിൻ, ഉണ്ടാവില്ല. എന്നാണ് ഫതാവൽ ഹദീസിയയിൽ ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞത്. ഇതിൽ ഷർറുണ്ട്, അല്ല ഷർറുകൾ ധാരാളമുണ്ട്. എന്നിട്ട് പറഞ്ഞു ഒരു ഷർറും ഇല്ല എന്ന് വെക്കുക, ആണും പെണ്ണും പരസ്പരം കൂടിക്കലർന്നു എന്നത് മാത്രം മതി ഷർറായിട്ട് എന്നാണ് ഇബ്നു ഹജർ ഹൈതമിയുടെ വാചകം. ഇബ്നു ഹജർ മാലിക് റഹിമഹുല്ലാ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു ഇതൊന്നുമില്ലെങ്കിലും മൗലിദ് എന്ന നിയ്യത്തോട് കൂടി തന്നെ അത് ബിദ്അത്തായി മാറി. കാരണം എന്താണ്? മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത ഒരു നിയ്യത്ത് ശർഇൽ വർദ്ധിപ്പിക്കാൻ, മതത്തിൽ പുതുതായി കൊണ്ടുവരാൻ നമുക്ക് അനുവാദമില്ല എന്ന് ഇബ്നു ഹജർ മാലിക് പറഞ്ഞിട്ടുണ്ട്. ഫാക്കാനി റഹിമഹുല്ലാ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇത് ഒന്നുകിൽ ഹറാം അല്ലെങ്കിൽ കറാഹത്ത്, ഒന്നുകിൽ ഹറാം അല്ലെങ്കിൽ കറാഹത്ത് എന്ന് മാത്രമല്ല അദ്ദേഹം ജായിസ് എന്ന് പോലും പറയാൻ പറ്റൂല, മുബാഹ് എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ദീനിൽ ബിദ്അത്ത് ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും ജായിസ് അല്ല. അതുകൊണ്ട് ജായിസ് ഒന്നും പറയാൻ പറ്റില്ല. വഹാദാ ജവാബി ബൈന യദയില്ലാഹി തആല ഇൻ അൻഹു സുഇൽതു.
നാളെ റബ്ബിന്റെ കോടതിയിൽ അല്ലാഹു തആല എന്നോട് ചോദിച്ചാൽ അവിടെ പോലും ഈ മറുപടിയാണ് ഞാൻ പറയുക എന്നുവരെ എഴുതി വെച്ച ആളാണ് ഫാക്കിഹാനി റഹിമഹുല്ലാ അൽ മൗലിദു ഫിൽ കലാമി അലാ അമൽ മൗലിദ് എന്ന കിതാബിൽ. അതാ ഞാൻ സൂചിപ്പിച്ചത്. ഈ ആചാരം വന്നതിനു ശേഷം ഇതേക്കുറിച്ച് പണ്ഡിതന്മാർ വ്യത്യസ്ത വീക്ഷണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലർ നല്ല വിദഗ്ധ എന്ന് പറഞ്ഞു, ചിലർ അല്ലാത്ത വിദഗ്ധ എന്ന് പറഞ്ഞു, ചിലർ ഉപാധി വെച്ചുകൊണ്ട് നന്മ മാത്രം എടുക്കൽ നല്ല വിദഗ്ധാണ്, അല്ലെങ്കിൽ അതുമില്ല എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു നന്മകൾ മാത്രം എടുത്താലും ശരി, ദീനിൽ ഒരു പുതിയ ആചാരം ഉണ്ടാക്കുന്നത് ശരിയല്ല, അത് ന്യായമല്ല, അതുകൊണ്ട് ആ നിയ്യത്തോടു കൂടി തന്നെ അത് മോശപ്പെട്ട വിദഗ്ധായി മാറുകയും ചെയ്തു എന്നും അഭിപ്രായം പറഞ്ഞവരുണ്ട്. അല്ലാഹു അഅലം. എനിക്ക് ഒരു തെറ്റിദ്ധരിക്കലിന്റെ ശൈലിയിൽ അപ്പൊ തോന്നുന്നത്, ഞാനൊരു ചെറിയ കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ മുഖാമുഖം പരിപാടി അനാചാരമല്ല, നല്ല പരിപാടി എന്നല്ലേ നമ്മൾ പറയാം? ഒറ്റ വാക്കിലുള്ള അല്ല, ഇത് മുഖാമുഖം പരിപാടി നമ്മളിപ്പോ വെക്കുന്ന പരിപാടി ഇത് അനാചാരാണോ, മോശമായ പരിപാടിയാണോ? അതാണോ നിങ്ങളെ ചോദ്യം? അല്ല, ഇതിന്റെ ഉപചോദ്യമാണ്. എന്റെ ചോദ്യത്തിന്റെ ഉപചോദ്യമാണ്. ഇതൊരു വിദഗ്ധല്ല. അതായത് നല്ല കാര്യമാണോ? നല്ല കാര്യമാണ്. ഇവിടെ പെണ്ണുങ്ങൾ വന്നാലോ, കൂടിക്കലർന്നിട്ട് ഇരുന്നാലോ? അങ്ങനെ കൂടിക്കലർന്ന് ഇരുന്നിട്ടില്ലല്ലോ. അല്ല, ഇരുന്നാലോ? ഇരുന്നിട്ടില്ലല്ലോ. അല്ല, ഒരു സാധ്യത. ശരി, ലോകത്ത് ഏത് മാന്യമായിട്ട് സലാഹുദ്ദീൻ, ഇതിൽ നിന്ന് മാത്രല്ല എവിടെയും സ്ത്രീകളും പുരുഷന്മാരും കൂടി കലർന്നാൽ എന്താണ്? ഹറാമാണ്. അതിൽ യാതൊരു സംശയമില്ല. അതിൽ ബന്ധത്തിൽ തർക്കിക്കാനുള്ളത്? നിങ്ങളെ ചോദ്യം ചോദിക്കും. അതെ, അങ്ങനെ കൃത്യമായിട്ട് പറയാം. അപ്പോ സ്ത്രീകളും പുരുഷന്മാരും കൂടി കലർന്നു കഴിഞ്ഞാൽ അത് ആകെ പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്, ഹറാമ അല്ലേ? അത് ഈ വിഷയത്തിൽ മാത്രമല്ല, ഏത് വിഷയത്തിലും, കല്യാണത്തിലാണെങ്കിലും തക്കാരത്തിലാണെങ്കിലും നേർച്ചക്കാണെങ്കിലും അതുപോലെ ഫെസ്റ്റുകളിലാണെങ്കിലും എല്ലാ പള്ളികളിലാണെങ്കിലും എല്ലായിടത്തും കൂടി കലർന്നിരുന്നാൽ ഹറാമാണ്. സംശയമൊന്നുമില്ല. അതിനെ കുറിച്ച് അതേസമയം ഇത് പെണ്ണുങ്ങളൊന്നും ഇല്ലാതെ ആണുങ്ങൾ മാത്രം ഇരിക്കുകയാണെങ്കിൽ അതെ, നല്ല അല്ല. ചോദിക്കുമ്പോ ഞാൻ ഉദ്ദേശിക്കാത്ത ചിലപ്പോ നിങ്ങൾക്ക് ഇല്ലാത്തൊരു മറുപടി ഞാൻ പറയാൻ പറ്റൂലല്ലോ. സലാഹുദ്ദീനെ പറഞ്ഞല്ലോ ഇത് നല്ല പരിപാടിയാണ്. എങ്കിൽ ഞാൻ എന്തെങ്കിലും ഫിത്തന ഉണ്ടാക്കാൻ വേണ്ടി കുറെ ആളുകൾ ഇപ്പൊ ശാന്തമായിട്ട് ഒരുപാട് ആളുകൾ കേൾക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. കുറച്ച് ആളുകൾ മാത്രം സലാഹുദ്ദീൻ എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ വേദിയിൽ നിന്ന് എന്തെങ്കിലും പറയുമ്പോഴേക്ക് പിന്നെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്? ഈ പരിപാടിയുടെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണോന്ന് ഈ നാട്ടുകാരൊക്കെ സംശയിച്ചാൽ നമ്മളുടെ സംസ്കാരത്തെ പറ്റി അവരെന്ത് ചെയ്യും? തെറ്റിദ്ധരിക്കും. വളരെ ശാന്തമായിട്ട് സലാഹുദ്ദീന് ചോദിക്കാം, ശാന്തമായിട്ട് ഇവിടുന്ന് മറുപടി പറയാം, കൂടെ വന്നിരിക്കുന്നവരോടൊന്ന് കേൾക്കാൻ പറയാം ആദ്യം. അങ്ങനെയൊക്കെ ആവുമ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുഖാമുഖമായിട്ട് മുന്നോട്ട് പോകാം. ഈ സദസ്സിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഇടകലർന്നിരിക്കുകയാണെങ്കിൽ ഈ സദസ്സും എന്താണ്? ഹറാമിന്റെ സദസ്സ് തന്നെയാണ്. അതൊക്കെ ചോദ്യമുള്ളത് ചോദിക്കും. ഇത് ഞാൻ ചോദിക്കാനുള്ള കാരണം മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ അല്ല, ഞാൻ അങ്ങനല്ല. നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടല്ലേ അപ്പൊ മനസ്സിലായിട്ടല്ലേ പറഞ്ഞുതരാം. അതായത് ഈ മുഖാമുഖം നല്ലതാണെന്ന് നമ്മൾ പറയും. അതേസമയം ഈ മുഖാമുഖത്തിൽ ഹൈറായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് നല്ലതും, അതേസമയം ഇവിടെ ചീത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് അത് ഹറാമെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഇത് ഒറ്റയടിക്ക് മുഖാമുഖം ഹറാമാണ് എന്ന് ഒരാൾ പറയാം. എന്തുകൊണ്ട്? ഒരാൾ പറയാണ് അത് ചിലപ്പോ മോശപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ഹറാമാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? അത് പറ്റുമോ? തഖ്സീമാക്കിയിട്ട് രണ്ട് കാര്യങ്ങൾ. നല്ല കാര്യത്തിന് ഇപ്പൊ മുഖാമുഖം പരിപാടിയിൽ പെണ്ണുങ്ങളും ആണുങ്ങളും വന്നിരുന്ന് കഴിഞ്ഞാൽ ചോദ്യം വളരെ ചുരുക്കി ചോദിക്കാം. നമുക്ക് ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ നിങ്ങൾ തുടക്കത്തിൽ ചോദിച്ചത് എന്താണ്? ഞങ്ങളുടെ ലഘുലേഖയിൽ നിന്ന് ഒരു ഉദ്ധരണി ഉദ്ധരിച്ചിട്ട് നിങ്ങൾ ചോദിച്ചു ഇതിൽ അനാചാരം എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അതിനാണ് കിതാബിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനായ ഫൈസൽ മൗലവി മറുപടി പറഞ്ഞു. മൗലിദിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അസ്കലാനി പറഞ്ഞിട്ടുണ്ട്. ആ ഉദ്ധരണിയാണ് നമ്മൾ കൊടുത്തത്. അസ്കലാനിയുടെ ആ ഉദ്ധരണി നമ്മൾ കൊടുത്തു. ആ കൊടുത്തതിന്റെ ലക്ഷ്യം എന്താണ് എന്നും വളരെ കൃത്യമായി പറഞ്ഞു. ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ ഒരാളും തന്നെ ഇത് നിർവഹിച്ചിട്ടില്ല എന്നുള്ളതിന് ക്ലിയർ ചെയ്യുന്നതിനും ഹൈലൈറ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ആ ഉദ്ധരണി ലഘുലേഖയിൽ കൊടുത്തത് എന്നും വളരെ കൃത്യമായി പറഞ്ഞല്ലോ. അത് മനസ്സിലാകാത്ത ഒരാളും ഈ കൂടിയിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടാകൂല. സലാഹുദ്ദീൻ മുസ്ലിയാർക്കും അത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എങ്ങനെയെങ്കിലും മറ്റുള്ള വിഷയങ്ങളിൽ ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ അത് ആളുകൾക്ക് ക്ലിയർ ആകുമോ എന്നുള്ളൊരു പേടി കൊണ്ടോ എന്തോ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയാണ്.
അതുകൊണ്ട് സലാഹുദ്ദീൻ മുസ്ലിയാർ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് വളരെ കൃത്യമായി അനുബന്ധമായി വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളെ കൂടെ വന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, അവർക്ക് ചോദിക്കാനും കൂടി അവസരം കൊടുക്കണം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു 10 മണി വരെ നമുക്ക് സമയമുള്ളൂ. നിങ്ങൾ അതുകൊണ്ട് അന്യായമായി സമയം കവരുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് അങ്ങനെ അതാണ് റാഹത്തുനിക്കും ബിദ്അത്താണെന്ന് ആക്കിത്തരാം. ബിദ്അത്താണ് എന്നതിന് അവിടെ അനാചാരമാണ് എന്ന് നിങ്ങൾ ഒരു കൈദില്ലാതെ കൊടുത്തില്ലേ? അങ്ങനെയാണോ ബഹുമാനപ്പെട്ട അസ്കലാനി ഇമാമിന്റെ ഇബാറത്ത് പോകുന്നത്? അങ്ങനല്ല, അങ്ങനെ അനാചാരാണെന്ന് ഇങ്ങനെ പറയാം. കാരണം ഒരു അനാചാര സുഹൃത്തുക്കൾ, ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ എന്താണ്? എന്താ പുത്തൻ വാദം കൊടുത്താൽ മതിയായിരുന്നു അല്ലേ? അതെ. അപ്പൊ ഏതെങ്കിലും മൗലിദ് പുത്തൻ വാദമാണല്ലോ. അതെ, പുത്തൻ വാദമാണ്. ഇനിയിപ്പോ ആകെ തർക്കം എന്താണ്? അനാചാരാണോ? ആയിക്കോട്ടെ, ശരി. ഇനിയിപ്പോ ആകെ തർക്കം എന്താണ്? മൗലിദ് പുത്തൻ വാദം എന്ന് പറയണോ അനാചാരം എന്ന് പറയണോ? ഞങ്ങളെ സംബന്ധിച്ച് പുത്തൻ വാദങ്ങളൊക്കെ അനാചാരാണ്. എല്ലാ പുത്തൻ വാദങ്ങളും അള്ളാന്റെ ദീനിൽ പുതിയതായി ഏതൊന്ന് ആര് കൊണ്ടുവന്നാലും, അത് നിങ്ങൾ കൊണ്ടുവന്നാലും ശരി, ഞാൻ കൊണ്ടുവന്നാലും ശരി, ആര് കൊണ്ടുവന്നാലും ശരി, അള്ളാന്റെ ദീനിൽ പുതിയതായി ആര് കൊണ്ടുവന്നാലും ശരി, അതൊക്കെ അനാചാരമാണ്, അതൊക്കെ പുത്തൻവാദമാണ്. അതുകൊണ്ട് പുത്തൻവാദം സമം അനാചാരം, അനാചാരം സമം പുത്തൻവാദം. അത് നിങ്ങൾ പറയാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ നബിദിനാഘോഷത്തെ കുറിച്ച് അവിടെ ബിദ്അത്താണെന്ന് പറഞ്ഞപ്പോ പുതിയതാണ് എന്ന് നിങ്ങൾക്ക് അർത്ഥം കൊടുത്താൽ കുഴപ്പമില്ലായിരുന്നു. കാരണം പുതിയതാണ് പിന്നെ നല്ല പുതിയതുണ്ട്, ആകാത്ത പുതിയത് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞ എന്താ? മുസ്ലിയാരെ കുറച്ചൊക്കെ നമുക്ക് തിരിയും. അതുകൊണ്ട് തിരിക്കാൻ നോക്കണ്ട. അതായത് ഇവിടെ യഥാർത്ഥത്തില് എന്തുകൊണ്ട് ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു? നമ്മുടെ നാടുകളിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഈ നിൽക്കുന്ന നാട്ടുകാരെ നിങ്ങളെപ്പോലെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു പഠിപ്പിച്ചെന്താ? വിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ട്, ഹദീസ് ഉണ്ട്, അതേപോലെ സ്വഹാബിമാരുടെ പിൻബലമുണ്ട്. എന്തിനാണ് അലവി സഖാഫി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പ്രസംഗിച്ചു പോയത്? എന്താ അറിയോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് ഉദ്ഘാടനം ചെയ്തത്. ആഘോഷം ഉദ്ഘാടനം ചെയ്തത് ജിബ്രീലാണ്. അപ്പൊ ജിബ്രീൽ ഉദ്ഘാടനം ചെയ്ത ഖുർആനിലെ ആയത്തുള്ള ഹദീസുള്ള 4 ഖലീഫമാര് പഠിപ്പിച്ച, ഹസൻ ബസരി പറഞ്ഞ, അതേപോലെ ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞൊരു കാര്യം പിന്നെ എങ്ങനെ മുസ്ലിയാരെ നല്ല പുതിയതാകുക? അത് പഴയതല്ലാവുള്ളൂ, അത് പഴയതല്ലാവുള്ളൂ. അഞ്ഞ് കുറച്ചും കൂടി കേൾക്കും, ഇനി കുറച്ച് കേൾക്കും, നാട്ടിലേക്ക് നമ്മളെ മനസ്സിലാകുക. അല്ല തരാം, അങ്ങ് സമയം തരാം, അങ്ങ് കേട്ടോളി, നാട്ടിലേക്ക് കേൾക്കട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഇത് എങ്ങനെ നല്ല പുതിയതാകുക? സൂറത്ത് യൂനുസിൽ ആയത്തുണ്ടെന്ന് പറയുന്നു, അതേപോലെ ഹദീസ് ഉണ്ടെന്ന് പറയുന്നു, ബുഖാരിയിലടക്കം ഹദീസ് ഉണ്ടെന്ന് പറയുന്നു, അബൂലഹബ് വരെ ഞങ്ങൾക്കതിന് മാതൃകയാണ് എന്ന് പറയുന്നു, 4 ഖലീഫമാരിന്റെ മഹത്വം പറഞ്ഞു എന്ന് പറയുന്നു, താബിഈങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ പറയാൻ നല്ല പുതിയതാണ് എന്ന്. അവിടെ തന്നെ പൊളിഞ്ഞു ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഇനി അതിനപ്പുറത്ത് നല്ല പുതിയത് ആരുണ്ടാക്കിയാലും ആര് പറഞ്ഞാലും അത് നല്ല പുതിയതാവുകയില്ല. എന്തുകൊണ്ട്? ദീനിൽ അങ്ങനെ നല്ല പുതിയതുണ്ടാക്കാൻ ഒരാൾക്കും അനുവാദമില്ല. അതുകൊണ്ട് ഇനി ഏത് പണ്ഡിതന്മാരുടെ കിതാബുകളിൽ ഇത് നല്ല വിധേയത്താണ് എന്ന് കണ്ടാലും ശരി, അത് സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 തരത്തിൽ പണ്ഡിതന്മാർ നോക്കിക്കണ്ടു. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇബ്നു ഹാജ് മാലിക്കിയുടെ അൽ മദ്ഖൽ എന്ന കിതാബാണിത്. ഈ ഇബ്നു ഹാജ് തങ്ങള് ഈ മൗലിദുമായി ബന്ധപ്പെട്ട് പേജ് കണക്കിന് സംസാരിക്കുന്നു. ഇതിന് ശേഷം അദ്ദേഹം അതിന് ഏകദേശം അവസാന ഭാഗത്ത് പറയാ, ഒരാൾ ഈ തിന്മകളൊക്കെ ഒഴിവാക്കി, ഫഇൻ ഖലാ മിൻഹു, എല്ലാ തിന്മയിലും ഒഴിവായി, വഅമില തുആമൻ ഫഖത്ത്, അയാൾ ഭക്ഷണം ഉണ്ടാക്കുക മാത്രം ചെയ്തു. റബീഉൽ 12 ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി, വേറെ ഒന്നും ചെയ്തില്ല. വനവാബിഹിൽ മൗലിദ, അദ്ദേഹം അതുകൊണ്ട് മൗലിദാണ് ഉദ്ദേശിച്ചത്. ഒരു ഭക്ഷണം ഉണ്ടാക്കുക മാത്രം ചെയ്തു, എന്നിട്ട് മൗലിദ് ഉദ്ദേശിച്ചു. വദഅ ഇലൈഹിൽ ഇഖ്വാന, സഹോദരന്മാരിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. വസലിമ മിൻ കുല്ലി മാ തഖദ്ദമ ദിക്റുഹു, മേലെ നമ്മൾ പറഞ്ഞ എല്ലാ തിന്മയിൽ നിന്നും ഇത് ഒഴിവാവുകയും ചെയ്തു. ഒരു ശർറുല്ല, ഒരു തിന്മയില്ല. ആകെ എന്താ ചെയ്തുള്ളൂ? കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി 4 മൂലയന്മാരെ വിളിച്ചു നാൻ കൊടുത്തു. ഇത് മാത്രം അയാൾ ചെയ്താലും ശരി, ഫഹുവ ബിദ്അത്തുൻ, അത് ബിദ്അത്താകുന്നു. നമ്മൾ മലയാളം പറയണ്ട, കുഴപ്പമില്ലല്ലോ. പുത്തൻ വാദമൊന്നും പറയണ്ട, പുത്തൻ ആചാരമൊന്നും പറയണ്ട, അനാചാരമൊന്നും പറയണ്ട, അത് ബിദ്അത്താകുന്നു. സമയം തരാം. ഫഹുവ ബിദ്അത്തുൻ, അത് ബിദ്അത്താകുന്നു. ബിനഫ്സി നിയ്യതിഹി ഫഖത്ത്, അയാളുടെ ആ നിയ്യത്ത് കൊണ്ട് മാത്രം. മൗലിദ് എന്ന
ആ നിയ്യത്ത് കൊണ്ട് മാത്രം അത് ബിദ്അത്തായി മാറും. എന്തുകൊണ്ട്? ഇത് അന്നദാലിക, തീർച്ചയായും അത് സിയാദത്തുൻ ഫിദ്ദീനി, ദീനിൽ വർദ്ധിപ്പിക്കലാണ്. അപ്പൊ മുഖാമുഖം പോലല്ല അർത്ഥം, മുഖാമുഖം പോലല്ല, അങ്ങനെ ചെറുതാക്കാൻ നോക്കണ്ട. ഇത് ദീനിൽ വർദ്ധിപ്പിക്കലാണ്. മാത്രവുമല്ല വലൈസ മിൻ അമലി സലഫിൽ മാദീന, കഴിഞ്ഞുപോയ മുൻഗാമികളുടെ പ്രവർത്തനത്തിൽ പെട്ടതല്ല അത്. വത്തിബാഉ സലഫി ഔലാ, മുൻഗാമികളെ പിൻപറ്റലാണല്ലോ ഏറ്റവും നല്ലത് എന്നല്ല, ബൽ ഔജബു, അതാണല്ലോ വാജിബായത്, അതാണല്ലോ നിർബന്ധമായത്. മിൻ അൻ യസീദ നിയ്യതൻ മുഖാലിഫതൻ ലിമാ കാനൂ അലൈഹി, അവരൊക്കെ ചെയ്തതിനെ എതിരായിക്കൊണ്ട് ഒരു പുതിയ നിയ്യത്ത് കൂടി ദീനിൽ കൂട്ടുക എന്നതിനേക്കാളും അവന് നിർബന്ധമായത് അവരെ പിൻപറ്റലാണ്. ലിഅന്നഹും അശദ്ദുന്നാസി ഇത്തിബാഅൻ ലിസുന്നത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുൻഗാമികൾ നബിയുടെ സുന്നത്തിനെ അങ്ങേയറ്റം പിൻപറ്റിയവരാണ്. വതഅലീമൻ ലഹു, നബിയെ ബഹുമാനിക്കുന്നത് അങ്ങേയറ്റം കഠിനരായിരുന്നവർ. വലി സുന്നത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെയും അങ്ങേയറ്റം ബഹുമാനിച്ചവർ ആ മുൻഗാമികളാണ്. വലഹും ഖിദമുസ് സബ്ഖി ഫിൽ മുബാദത്തി ഇലാ ദാലിക, ഈ നന്മയിലേക്ക് മുന്നേറുന്ന വിഷയത്തിൽ അവരാണല്ലോ എല്ലാ അർത്ഥത്തിലും മുമ്പേ നടന്നവർ. അതുകൊണ്ട് വലം യുൻഖൽ അൻ അഹദിൻ മിൻഹും, അവരിൽ ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല അന്നഹു നവൽ മൗലിദ, അവർ മൗലിദ് ഉദ്ദേശിച്ചുവെന്ന് ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഇബ്നു ഹാജ് തങ്ങൾ തന്റെ അൽ മദ്ഖൽ എന്ന കിതാബിൽ. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഫാക്കിഹാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞെന്താ, ലാ അഅലമു, ഇത് കേൾക്കുമ്പോൾ പ്രയാസം ഉണ്ടാവും നിങ്ങൾക്ക്, പക്ഷെ ഇങ്ങനെ ഈ മനുഷ്യന്മാർ കേൾക്കുള്ളൂ. അത് നിങ്ങൾക്ക് ചോദിക്കാൻ നമുക്ക് മനസ്സിലായില്ലപ്പോ. ലാ അഅലമു ലിഹാദൽ മൗലിദി, ഈ മൗലിദിന് എനിക്കറിയില്ല, അസ്ലൻ, ഒരടിസ്ഥാനവും അറിയില്ല, ഫീ കിതാബിൻ വലാ സുന്ന, കിതാബിലുമില്ല ഹദീസിലുമില്ല എന്ന് മാത്രമല്ല, വലാ യുൻഖൽ അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഇമാമീങ്ങളായ ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല. അല്ലദീന ഹുമുൽ ഖുദ്വത്തു ഫിദ്ദീൻ അൽ മുതമസ്സിഖൂന ബി ആസാരിൽ മുതഖദ്ദിമീൻ, മുൻഗാമികളെ കാൽപാദങ്ങളെ പിൻപറ്റുന്ന മാതൃകാ യോഗ്യരായ പണ്ഡിതന്മാരായ ഇമാമീങ്ങളായ ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ബൽ ഹുവ ബിദ്അ, എന്നാൽ അത് ബിദ്അത്താകുന്നു. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, പണ്ഡിതന്മാർ രണ്ട് വീക്ഷണം രേഖപ്പെടുത്തുന്നു. ചിലർ നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞു, ചിലർ മോശപ്പെട്ട ബിദ്അത്ത് എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു ഈ നിയ്യത്തുണ്ടായാൽ തന്നെ അത് ബിദ്അത്തായി, കാരണം മുൻഗാമികൾക്ക് പരിചയമില്ല എന്ന് പറഞ്ഞു. ഇനി ഏത് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരും എല്ലാവരും ഇത്തിഫാഖായി, എല്ലാവരും ഏകോപിച്ച് പറഞ്ഞ കാര്യമാണെന്ത്, ഉത്തമ നൂറ്റാണ്ടുകളിൽ ആർക്കും ഇത് പരിചയമില്ല. സ്വഹാബികൾക്കറിയില്ല, താബികൾക്കറിയില്ല, താബികൾക്കറിയില്ല, ഷാഫി ഇമാമിന് പോലും അറിയില്ല. ഉത്തമ നൂറ്റാണ്ടായ 3 നൂറ്റാണ്ടിൽ ഒരാൾക്ക് പോലും ഇത് പരിചയമില്ല എന്ന കാര്യത്തിൽ അവർക്കാർക്കും തർക്കമില്ല. അതുകൊണ്ട് ആ ഉത്തമ നൂറ്റാണ്ടുകാരുടെ പേരിൽ നിങ്ങളെപ്പോലുള്ള മുസ്ലിയാക്കന്മാർ കളവെഴുതി നാട്ടിൽ പ്രചരിപ്പിച്ചപ്പോൾ അത് ശരിയല്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ആ ഭാഗം എടുത്തു കൊടുത്തത്. ഒരു ഭാഗം മാത്രമായിരുന്നു പ്ലീസ്. ഞാൻ ചോദിച്ച ഭാഗം മാത്രം പറഞ്ഞ മറുപടി അറിയാൽ മതി. എനിക്ക് ഒരു പങ്ങൾക്ക് കുറെ വഴ തരാൻ കഴിയും, എനിക്ക് അതിനേക്കാളും കഴിയും, എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി തന്നാൽ മതി. വേറെ ഒരുപാട് ആയിക്കോട്ടെ, നിങ്ങൾക്ക് വഴ പറയാൻ നിങ്ങൾ സ്റ്റേജ് ഇട്ടാം, ഞങ്ങൾ ഇട്ട സ്റ്റേജ് ഞങ്ങൾ വഴ അറിയും. പക്ഷെ ഒരു കാര്യമല്ലേ, ചോദ്യം ചോദിക്കാൻ വന്നാൽ ചോദ്യത്തിനുള്ള മറുപടി ചോദിക്കണ്ടേ? ചോദ്യം ചോദിക്കണ്ടേ? സമയം തരുന്നില്ല. തുടങ്ങിയോളം മുതൽ നിങ്ങൾ ചോദിച്ചത്. പക്ഷേ ഒന്നാമത്തെ ചോദ്യകർത്താവ് കഴിച്ച് ബാക്കി ഇതുവരെയും ചോദിച്ച തരങ്ങൾ മാത്രമല്ലേ. പിന്നെ അങ്ങനെ സമയം തരില്ലാന്നല്ലോ. നിങ്ങളെ വയലിന്റെ പൂതി തീർക്കാനാണ് മുഖാമുഖം എന്ന പേര്. അത് കണ്ടിരും. ചിലപ്പോ സംവാദം നോക്കും, വയത് നോക്കും, കണ്ണെന്ന് വെക്കും. വിഷയത്തിൽ കിടക്കാം. അപ്പൊ കാരണം ചോദിച്ചാല് നിങ്ങള് ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. അത് ഞാൻ തീരുമാനിച്ചോളാം. മറുപടി ഞാൻ പറഞ്ഞോളാം. ചോദ്യങ്ങൾ ചോദിച്ചോളി, എന്തും ചോദിച്ചോളി, മറുപടി ഞാൻ പറഞ്ഞോളാം. ഞാൻ ചോദിച്ചതിനാണ് മറുപടി അറിയേണ്ടത്. ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പോലെ ഞാനിപ്പോ എന്തിനാ ഈ വിഷയം എടുത്തത് അറിയോ? അതും കൂടെ പറയാം. ബിദ്അത്താണ് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ കൊടുത്തതിന് നിങ്ങളുടെ സ്വന്തം വകയായിട്ട് നിങ്ങൾ എന്ത് കൊടുത്തു? അനാചാരമാണ് എന്ന് കൊടുത്തു. ഇത് ഒരു പുതിയതാണ്, കൊടുത്തോളൂ, കുഴപ്പമില്ല. ആയിക്കോട്ടെ, പുത്തൻവാദം എന്ന് കൊടുത്തോളൂ, അല്ലെങ്കിൽ പുതിയതാണ് കൊടുത്തോളൂ. പക്ഷെ അനാചാരമാണെന്ന് പറഞ്ഞാൽ അത് മോശമാണ്, അത് തെറ്റാണ്. ശരി, എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി ശേഷം കൊടുക്കുന്നത് ഇങ്ങനെ ബിദ്അത്താണെന്ന് പറഞ്ഞിട്ട് ഖൈറായ കാര്യങ്ങൾ ചെയ്താൽ അത് നല്ലതാണ്. ബിദ്അത്തുൻ ഹസന, നേരത്തെ നിങ്ങൾ ചോദിച്ചില്ലേ പുതിയ, പിന്നെ എന്താണ് നല്ല പുതിയത് എന്നുള്ളതിന് ഇബാറത്ത് വെച്ചില്ലേനോ? ബിദ്അത്ത് ഹസന എന്നുള്ളതിന് എന്താ അറബി അല്ല മലയാളം?
ബിദ്അത്ത് ഹസനത്തുൻ എന്ന് പറഞ്ഞതിന്റെ അറബി എന്താ, മലയാളം എന്താ? ചോദിച്ചോളി, ലാസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ ചോദിച്ചു കഴിഞ്ഞാ അല്ല, ഈ ചോദ്യങ്ങൾ ഇത് മറുപടി. ചോദ്യം എന്താ? ബിദ്അത്ത് ഹസന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നല്ല വിധേയത്ത്. അതൻ എന്ത് നല്ല വിധേയത്ത്, നല്ല അനാചാരം. നല്ല ബിദ്അത്ത് പറഞ്ഞാൽ ബിദ്അത്ത് ആയിക്കോട്ടെ, ശരി. ഇനിയിപ്പോ മുസ്ലിം തർക്കം എന്താ? തർക്കം എന്താ? നമ്മൾ വേണ്ട മലയാളം വിടുക. നിങ്ങളെ മലയാളം തന്നെ വിട്ടോളി. മലയാളം ഇവിടെ തർക്കം എന്താ? അപ്പൊ അസ്കലാനി ഇമാം ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? അതല്ല വിഷയം. അതന്നെ വിഷയം അല്ല, അതന്നെ വിഷയം. ശരി, നിങ്ങളെ വിഷയം. അതിന് പുത്തൻവാദം എന്ന് പറയണോ, അതിന് അനാചാരം എന്ന് പറയണോ, ദുരാചാരം എന്ന് പറഞ്ഞ ഒന്നും പറഞ്ഞേക്കാം, ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ എല്ലാ നാടന്മാർക്കും പരിചയമുള്ള വാക്കാ ബിദ്അത്ത്. അതാ പറഞ്ഞത്. അതുകൊണ്ട് ഒരു മലയാളം പറയണ്ട. അസ്കലാനി ഇമാമിന്റെ പേരിൽ കളവ് എഴുതാൻ സമ്മതിക്കണ്ട. അപ്പൊ അനാചാരം എന്നുള്ളത് തെറ്റാണെന്ന് ഉറപ്പല്ലേ? അനാചാരം നിങ്ങൾ എഴുതിയത് തെറ്റല്ലേ? അല്ല. അല്ല, പിന്നെ എങ്ങനെ അതിനെ എത്ര വ്യക്തമായി പറഞ്ഞു ഇവിടെ? നിങ്ങൾ പറഞ്ഞ അർത്ഥം കൊടുക്കാൻ നിങ്ങൾ ഇറക്കിക്കോളിന്ന്. നിങ്ങൾ പറഞ്ഞ അർത്ഥം പുത്തൻവാദം കൊടുക്കണം എന്നാ പറഞ്ഞത്. ഞങ്ങൾ അത് പറയും. നിങ്ങൾ ഈ നാട്ടുകാർ തുറന്ന് പറയും. ഈ നാട്ടുകാർ നിങ്ങൾ തുറന്ന് പറയും ഇത് പുത്തൻവാദാണ്. അത് നിങ്ങൾ തുറന്ന് പറയും. അത് പറയുന്നുണ്ടോ? നേരെ മറിച്ച് 4 ഖലീഫമാരെ പേര് പൊള്ളു പറയാൻ പറ്റും. 4 ഖലീഫമാരെ പേരിലും പൊള്ളു അറിയാം. അള്ളാന്റെ ഖുർആന്റെ പേരിലും പൊള്ളു അറിയാം. ഹദീസിന്റെ പേരിലും പൊള്ളു പറയാം. ജിബ്രീലിന്റെ പേരിലും പൊള്ളു പറയാം. എന്നിട്ട് ബിദ്അത്ത് എന്ന വാക്കിന് അനാചാരം എന്ന് കൂടെ ഞങ്ങൾ സമ്മതിക്കൂല. ബാക്കിയൊക്കെ നിങ്ങൾ പറ്റും ചെയ്യും. ഈ കണ്ട എല്ലാ പൊള്ളും പറയാം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ബിദ്അത്ത് ആകുന്നു. നിങ്ങൾ ഒരർത്ഥം വെക്കണ്ട. ഇത് പുത്തൻ വാദമാണ് എന്ന് ഈ നാട്ടുകാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കി. ഈ നാട്ടിൽ നിങ്ങൾ ഇനി വഴ വെക്കുമ്പോ പറഞ്ഞു കൊടുക്കി മൗലിദ് ആഘോഷിക്കുക എന്നുള്ളത് പുത്തൻ വാദമാകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞോളി. എന്നാ തർക്കം കുറെ തീർന്നു. കുറെ തർക്കം തീർന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കുക എന്ന ഏർപ്പാട് പുത്തൻ വാദമാകുന്നു എന്ന് നിങ്ങൾ എപ്പ വഴുത് പറയുന്നുവോ അവിടെ തർക്കം പകുതിയോടെ തീരും. നേരെ മറിച്ച് ഇത് സുന്നത്താണ് എന്നും ഇത് ഖുർആൻ ആയത്തുണ്ട് എന്നും ഇത് ഹദീസുണ്ട് എന്നും ഇത് ജിബ്രീൽ തുടങ്ങി എന്നും ഇത് സ്വഹാബിമാർ ചെയ്തുവെന്നും ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമാണ് എന്നും മുസ്ലിമീങ്ങളുടെ 3 ഈദുകളിൽ ഒരു ഈദാണ് ഇത് എന്നും ഒക്കെ പറയുമ്പോഴാണ് പ്രശ്നം. അതെങ്ങനെ മുസ്ലിയാരെ? ഒരു പുത്തൻവാദം എങ്ങനെ ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യാകാം? ഒരു പുത്തൻവാദം എങ്ങനെ മുസ്ലിമീങ്ങളെ ഈദായി മാറുക? ഒരു പുത്തൻവാദം എങ്ങനെ ജിബ്രീൽ സല്ലല്ലാഹു തുടങ്ങി വെച്ചു എന്ന് പറയുക? ഒരു പുത്തൻവാദം എങ്ങനെ 4 ഖലീഫമാർ ചെയ്തു എന്ന് പറയുക? ഒരു പുത്തൻവാദം എങ്ങനെ താബിഈങ്ങൾ ചെയ്തു എന്ന് പറയുക? അവിടെയാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. നിങ്ങൾ അങ്ങോട്ട് വരി, ആ പോയിന്റിലേക്ക് വരി. നിങ്ങൾ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കി സംഗതി മുജാഹിദീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സംഗതി പുത്തൻവാദം തന്നെയാണ്, പക്ഷെ അനാചാരം എന്ന് പറഞ്ഞുകൂടാ എന്ന് നിങ്ങൾ പറഞ്ഞോളി. എന്നാ തർക്കം പകുതി തീരും. പിന്നെ നമുക്ക് അവിടെ തർക്കിച്ചാൽ മതിയല്ലോ. പുത്തൻവാദത്തിന് അനാചാരം ഉണ്ടാവോ അല്ല നല്ല ഉണ്ടാവോ എന്നല്ലേ പിന്നെ തീരുമാനിക്കലേ ഉള്ളൂ. ആ ശരി ശരി, ചോദിക്കും. അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ സദസ്സിനും കൂടെ മനസ്സിലാക്കണം, ചോദിക്കാലോ. എന്റെ ചോദ്യം എല്ലാവർക്കും മനസ്സിലാക്കണം. കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നബിദിന ആഘോഷത്തെ കുറിച്ച് ബിദ്അത്താണെന്നല്ല. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് നല്ലതുണ്ട് ചീത്തയുണ്ട്. ശേഷം എന്ന വാക്കിയതല്ലേ ഇവിടെ ബിദ്അത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ബിദ്അത്തുള്ളൂ. അല്ല പിന്നെ എന്തിനാ അനാചാരം നിർത്തുക നിങ്ങൾ? ബിദ്അത്തായതുകൊണ്ട് അനാചാരം കൊടുക്കുകയാണെങ്കിൽ പിന്നെ ബിദ്അത്ത് ഹസന എങ്ങനെ അത് അവിടെ കൊടുക്കുക? അത് അവിടെ നോക്കുക. ഇവിടെ എന്തേ ഉള്ളൂ? ഇവിടെ ബിദ്അത്തുള്ളൂ. നിങ്ങൾ പറയുന്ന ആ വരിയിൽ ബിദ്അത്തുൻ ഹസനാന്നില്ലല്ലോ. അവിടെ എന്താ ഉള്ളത്? ബിദ്അത്തുന്ന അജാബ ബിമാ നസ്സുഹു അന്ന അസ്ല അമലിൽ മൗലിദി ബിദ്അത്തുൻ എന്നല്ലേ പറഞ്ഞുള്ളൂ. അവിടെ ഹസനത്തുമില്ല സയ്യത്തുമില്ല ഒന്നുമില്ല. അവിടെ ഹസന എന്ന് പറഞ്ഞ ബിദ്അത്താകുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ബോധപൂർവം തന്നെ കൊടുത്തത് അനാചാരം. അത് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം കുറച്ച് വലുതാക്കി കൊടുക്കും ചെയ്യും. അടുത്ത വർഷം ഇറക്കുമ്പോൾ വലുതാക്കി കൊടുക്കും. അത് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ പുത്തൻവാദം നിങ്ങളെ വക അത് കൂടി കൊടുക്കും ചെയ്യും. അങ്ങനല്ല, അനാചാരങ്ങൾ കൊടുക്കണം. കാരണം നിങ്ങളെ അപ്പളെ പുത്തൻവാദികളും വിദ്യാർത്ഥിക്കാരാകുള്ളൂ. അതുപോലെ തന്നെ അസ്ഖലാനി ഇമാമിന്റെ പേരിൽ കളവ് പറയുള്ളൂ. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അവിടെ ഇങ്ങനെ അനാചാരമായ കാര്യത്തിന് മഹാനവറുകൾ ഹദീസിൽ നിന്ന് തെളിവ് കൊണ്ടുവരുമോ? ശേഷം അസ്വൻ സാബിത്ത് പറഞ്ഞല്ലേ പറയാനുള്ളത്? അതല്ലേ പറയാൻ പോണു നിങ്ങള്? അസ്വൻ സാബിത്ത് ഉണ്ടെന്നല്ലേ? അതുകൊണ്ടൊന്നും ഇത് പൊളിണില്ലല്ലോ. അതുകൊണ്ടൊന്നും എന്ത് പറയുന്നില്ല. ഉത്തമരായ 3 നൂറ്റാണ്ടിൽ ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ വസ്തുത, ആ യാഥാർത്ഥ്യം അങ്ങനെ തന്നെ സ്ഥിരപ്പെടുന്നുവല്ലോ. ആ വസ്തുതക്കല്ല ഞങ്ങൾ എതിർക്കുന്നത്. അതൊന്ന് തുറന്നു പറയും. എന്താ മുത്ത, വിളിച്ചൊരു കാര്യമില്ല. ആയിക്കോട്ടെ, ഞങ്ങൾ വളരെ മാന്യമായിട്ട്
എന്താണ് മാന്യത? അതോ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇവിടെ ബിദ്അത്താണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ബിദ്അത്ത് അനാചാരമായി, ബിദ്അത്ത് എന്ന് പറഞ്ഞ പുതിയതെന്നേ ഉള്ളൂ, അനാചാരം നിങ്ങൾ അത് കൊണ്ടുവന്നതാണ്. അത് കൂടുതൽ കാര്യങ്ങൾ അനാചാരമായ കാര്യങ്ങൾ വന്നാലേ അനാചാരമാകുള്ളൂ. അങ്ങനെയാണ് അസ്ഖലാനി ഇമാം പറഞ്ഞത്. മാത്രവുമല്ല മായ കാര്യത്തിന് ബഹുമാനപ്പെട്ട അസ്ഖലാനി ഇമാം ഹദീസിൽ നിന്ന് തെളിവുണ്ട് ആണോ? ഇല്ല സഹോദരൻ, പ്രശ്നേ ഉദിക്കുന്നില്ല. അങ്ങനെ ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. ശരി, അല്ല മതിയായല്ലോ. അപ്പൊ നിങ്ങളെ വക ദുർവ്യാഖ്യാനം ചെയ്തപ്പോഴാ പ്രശ്നമൊക്കെ വന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ വിഷയം എന്താ? 4 ഖലീഫമാർ ചെയ്തുവെന്നും താബഈങ്ങൾ ചെയ്തുവെന്നും ഖുർആനിൽ ആയത്തുണ്ട് എന്നും ഹദീസ് ഉണ്ട് എന്നും ഒക്കെ ഈ നാട്ടുകാർ പറഞ്ഞൊരു കാര്യം ഈ സമൂഹത്തോട് ഇത് 4 ഖലീഫമാർക്ക് പരിചയമുണ്ട് എന്നാണ് ഈ നാട്ടിനെ പറഞ്ഞ് പഠിപ്പിച്ചത്. ആയത്തുണ്ട് എന്നാണ് പഠിപ്പിച്ചത്. എത്ര സ്ഥലങ്ങളിൽ ആയത്തോതി? സൂറത്ത് യൂനുസ് 88-ാമത്തെ ആയത്ത്. ഇതൊക്കെ ഇത് അലങ്കോലപ്പെടൽ മുസ്ലിയാക്കന്മാരെ ആവശ്യമാണ്. മുജാഹിദീങ്ങൾ മനസ്സിലാക്കുക, ഇത് അലങ്കോലപ്പെടൽ മുസ്ലിയാക്കന്മാരെ ആവശ്യം. അവർ അതിനു വേണ്ടി പ്ലാൻ ചെയ്ത് പറയാം, നമുക്കതറിയാം. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. നമ്മൾ അതിന് അവർക്കൊരിക്കലും അസമ്മതരാകേണ്ടതില്ല. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ഇവിടെ ഈ മുഖാമുഖം ഇത്ര ഉഷാറായി ഈ സമൂഹത്തിന് ഈ കാര്യം ബോധ്യപ്പെടുത്താൻ ഉതകുമെന്ന് നമ്മളും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നില്ല. ഇപ്പൊ മുസ്ലിയാക്കന്മാർ തന്നെ പറഞ്ഞു പുത്തൻവാദം എന്ന് പറയാം. അപ്പൊ ഇത് ചെയ്യുന്ന ആളാണോ പുത്തൻവാദി? ഇത് വേണ്ടവനാണോ പുത്തൻവാദി? അത് ആലോചിച്ചാൽ മതി. ശരി, അടുത്ത ചോദിച്ചോട്ടെ. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, എല്ലാവരും ഇരിക്കും, ഒരു പ്രശ്നമില്ല. ഇരിക്കും. ഇവിടെ ബഹുമാന്യരായ ഈ ശബ്ദം വളരെ ദീനിന്റെ നസീഹത്തോടു കൂടി കേൾക്കുന്ന ആളുകൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു കാര്യം, ഇരിക്കും. ഇവിടെ ഇത്രയും കാലം കേരളത്തിൽ നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരുന്ന എന്താ? നബിദിനാഘോഷത്തിന് വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട്, അതുപോലെ തന്നെ മുൻഗാമികളായ ആളുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ മുസ്ലിയാരെ സംബന്ധിച്ചു ബിദ്അത്തിന് പുത്തനാശയം അല്ലെങ്കിൽ പുത്തൻ വാദം എന്നാണ് പറയേണ്ടത്. ശരി, നബിദിനാഘോഷം പുത്തൻ വാദമാണെന്ന് ഈ മുഖാമുഖത്തിലൂടെ അൽഹംദുലില്ലാഹ് തെളിഞ്ഞിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ആ സമസ്തക്കാരുടെ നാവുകളിലൂടെ തന്നെ നബിദിനാഘോഷം പുത്തൻ വാദമാണ്. ആ പുത്തൻ വാദത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ പുത്തൻ വാദങ്ങളും അനാചാരമാകുന്നു. എല്ലാ അനാചാരങ്ങളും നരകത്തിലേക്കാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ മുസ്ലിം പറഞ്ഞെന്താ? മുഖാമുഖം നടത്തുന്നില്ലേ നിങ്ങൾ എന്നാ. ഇവിടെ മുഖാമുഖം നടത്തുന്നത് പോലെയാണോ നിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നത്? എങ്കിൽ നിങ്ങളത് സമൂഹത്തോട് പറയണം. ഞങ്ങൾ മുഖാമുഖം നടത്തുന്നത് പോലെയാണ് നിങ്ങൾ നബിദിനാഘോഷം നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾ അത് സമൂഹത്തോട് പറയേണ്ടതുണ്ട്. നിങ്ങൾ ഇവിടെ നബിദിനാഘോഷത്തെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ? ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ള രാവാണ്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ ആഘോഷമാണ്. അതുപോലെ തന്നെ നബിദിനാഘോഷം കഴിക്കാത്തവർ പുത്തൻവാദികളാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അങ്ങനൊന്നും വാദല്ല. ഒരു മുഖാമുഖം നടത്തുന്നത് പോലെ ഞങ്ങൾ നബിദിനം ആഘോഷിക്കുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ മുസ്ലിയാരുടെ സംസാരത്തിൽ നിന്ന് സാധാരണക്കാർ ഈ വാക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ഫിത്ന ഉണ്ടാക്കാൻ വന്നോലെ എന്തായാലും ഫിത്ന ഉണ്ടാക്കും. സാധാരണക്കാർ ശ്രദ്ധിച്ചോളി, നിങ്ങൾ ഇക്കാലം വരെ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എത്ര നബിദിന പ്രഭാഷണങ്ങൾ കേട്ടു? നബിദിനാഘോഷം പുത്തൻ വാദമാണ് എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിയാർ പ്രസംഗം ഇത്രയും കാലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സഹോദരങ്ങളെ, നിങ്ങൾക്ക് കേൾക്കൂല. അതാണ് അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ. മൗലിദാഘോഷത്തിന്റെ അടിസ്ഥാനം പുത്തനാശയമാണ്, പുത്തൻ വാദമാണ്. ഇതിനെ ഗണ്ണിക്കാൻ അത് പുത്തൻ വാദമല്ല, റസൂൽ ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ ഒരാൾക്കും കഴിയില്ല. പോകട്ടെ 3 നൂറ്റാണ്ടിൽപ്പെട്ട ഒരാളെങ്കിലും ചെയ്തു എന്ന് തെളിയിക്കാൻ ഈ വന്ന മുസ്ലിയാർക്കോ ആ മുസ്ലിയാർക്ക് അത് അവരെ പറഞ്ഞ ആളുകൾക്കോ തെളിയിക്കാൻ കഴിയുകയില്ല. പ്രവാചകൻ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ഫൈൻ തനാസഅതും, വിശുദ്ധ ഖുർആൻ കാണാം, നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കൂ. അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരായത്ത് നബിദിനാഘോഷത്തിന് തെളിവായി ഉദ്ധരിക്കാൻ കഴിയില്ല, പ്രവാചകന്റെ ഹദീസ് ഉദ്ധരിക്കാൻ കഴിയില്ല. ഈ പുത്തൻ വാദം സ്ഥാപിക്കാനാണ് ഈ മുസ്ലിയാക്കന്മാർ അവിടെ വന്നിട്ടുള്ളത്. നിങ്ങളത് മനസ്സിലാക്കണം. ഇസ്ലാമിലുള്ള പുത്തൻ വാദം, ഇസ്ലാമിന്റെ പേരിൽ കടത്തിക്കൂട്ടി ഈ പുത്തൻ വാദം സ്ഥാപിക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ സാധാരണക്കാർ ശരിക്കും ആ കാര്യം മനസ്സിലാക്കുക. ചോദ്യം ചോദിക്കുന്നത് എല്ലാവരും ഇരിക്കും. സഹോദര ഇരുന്ന് ചോദിക്കും, ഇരുന്ന് ചോദിക്കും. എല്ലാരും ഒന്ന് ഇരിക്കുക. എല്ലാരും മൂലേരിട്ടകളൊന്ന് ഇരുന്ന് കൊടുത്താൽ ബാക്കി എല്ലാരും ഇരുന്നോളൂ. മൂലേരിട്ടകൾ ഇരുന്നാ മതി. സലാഹുദ്ദീൻ മൂലേര് അടക്കം എല്ലാവരും ഇരിക്കുക. നമുക്കറിയാത്ത പോലെ നിൽക്കുന്നതിന് ഉത്തരവാദികൾ. അല്ല സഹോദര, മൂലേരിട്ടകൾ ആദ്യം ഇരുന്നാ മതി. നിങ്ങളോട് ഇരുന്നോളി, ഇരുന്ന് ചോദിച്ചോളി. ഇവിടെ ഈ ഭാഗത്തുള്ള ഒരു കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ, അതൊക്കെ നമുക്കറിയാം. ഉസ്താദ് ചോദിക്കും. മോന്റെ പേരെന്താ? ഉസ്താദിന്റെ പേരെന്താ? എന്റെ പേര് അബ്ദുസലാം. അബ്ദുസലാം ഉസ്താദ് ചോദിക്കും. സ്ഥലം നാദാപുരം. ആദ്യത്തെ ചോദ്യം, ആരാണ് ഷുറൈ സലഫി? കാണാൻ പുതിയിട്ടാണ്. ഇവിടെ ഉണ്ട്. ഈ ഇരിക്കുന്ന ആളാ? അവരുടെ ഉത്തരം കിട്ടിയല്ലോ. അല്ല, അതല്ല, ഈ ഇരിക്കുന്ന ആളാണ്. നിങ്ങള് നബീൽ രണ്ടത്താണ്. നിങ്ങളിപ്പോ നമ്മളെ പരിചയപ്പെടാൻ നിങ്ങൾ സമയം പിന്നെ നഷ്ടപ്പെടുത്തല്ലേ. പിന്നെ നേരത്തെ ഫൈസൽ മുസ്ലിയാർ, ഫൈസൽ പുതുപ്പറമ്പ് പറഞ്ഞു, നിങ്ങളെ ലഘുലേഖയിലും കണ്ടു, ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിൽ പുത്തനാചാരാണ്, അല്ല എന്താ പറഞ്ഞ പദന്തീനു, അനാചാരം. അനാചാരം. ആ അനാചാരമാണ് നബിദിനം എന്ന് പറഞ്ഞു, നബിദിനാഘോഷം. അനാചാരത്തിന് ഹദീസിൽ നിന്ന് തെളിവുദ്ധരിക്കാൻ പറ്റുമോ? ചോദ്യം. സഹോദരങ്ങളെ, ഈ സൈഡിലുള്ള ആളുകൾ ഒന്ന് ഇരുന്നാൽ മതി. ഇവിടെ വളരെ ഭംഗിയായി എല്ലാ ചോദ്യത്തിനും മറുപടി പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, നമുക്കറിയാം നമ്മളൊക്കെ സാധാരണക്കാരാണ്. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് നിങ്ങൾ ഈ വന്നതും നല്ല ഉദ്ദേശം വെച്ചിട്ടാണ്. പക്ഷെ ചില ആളുകളുടെ ചില സ്വഭാവം ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കുറ്റപ്പെടുത്താനല്ല. ഇത്രയും മാന്യന്മാരിവിടെ നിൽക്കുമ്പോൾ ഒന്ന് അടങ്ങി നമ്മുടെ നാട്ടിനെ പറയിപ്പിക്കരുത്. നമ്മളെ ആളുകൾ ഇവിടെ ഇവര് അന്യനാട്ടിൽ വന്ന പണ്ഡിതന്മാരെ അഥവാ ഉസ്താദുമാർ അങ്ങനെ തന്നെയാണ്. നമുക്ക് നാളെയും കാണേണ്ട ആളുകളല്ലേ. അതുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുക. ഇനി ഇവിടെ പറയുന്ന തെറ്റാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടല്ലോ, നിർബന്ധമില്ല. അതുകൊണ്ട് പ്ലീസ്, നമ്മൾ 10 മണിക്ക് ടൈമേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ സഹകരിക്കണം. ഇവിടെ ഉസ്താദുമാർ മാന്യമായിട്ട് നമുക്ക് സഹകരിക്കുന്നുണ്ട്, ഉസ്താദുമാർ സഹകരിക്കുന്നുണ്ട്. ഇവിടെ വന്നു സുഹൃത്ത്, ആ ചുവപ്പ് ഷർട്ട് ഇട്ട ഒരു സുഹൃത്തുണ്ട്, അത് ചെയ്തലി. ഇങ്ങനെ 2-3 ആൾക്കാരേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് നാളെയും കാണാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് പരിപാടി നടക്കട്ടെ. ഇനി ശ്രദ്ധിക്കും. ശരി, ഇപ്പൊ മാന്യമായല്ലോ. ഇനി ശ്രദ്ധിക്കും, ഇനി നമ്മൾ ഉത്തരം കേൾക്കും. അപ്പൊ ഏതായിരുന്നാലും നേരത്തെ സലാഹുദ്ദീൻ മുസ്ലിയാർ ചോദിച്ചതിന്റെ ബാക്കിയായി തന്നെയാണ് ഈ ചോദ്യവും വരുന്നത്. യഥാർത്ഥത്തില് ഇവിടെ വ്യക്തമായി സ്ഥിരപ്പെട്ടൊരു കാര്യം, ഇത് ബിദ്അത്താണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇതിനുള്ള തർക്കം എന്താണ്? ബിദ്അത്തിന് പുത്തൻ വാദം എന്ന് പറയണോ? പറഞ്ഞുതരാം. ഇപ്പൊ വന്നിട്ടല്ലുള്ളൂ. അപ്പൊ പുത്തൻ വാദം എന്ന് പറയണോ, അല്ല അനാചാരം എന്ന് പറയണോ, പുത്തൻ ആചാരം എന്ന് പറയണോ? ഇനി അങ്ങനെയാണെങ്കിൽ അതിന് ഹദീസ് തെളിവ് ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുമെന്നാണ്. നമ്മളെ സംബന്ധിച്ച് പുതിയതാണ്. ഹദീസ് തെളിവ് ചോദിച്ചത് അല്ല, ഞാൻ ചോദിച്ചത് പുത്തൻവാദം ഉണ്ടോ എന്നതിന് ഹദീസ് തെളിവ് അല്ല. മനസ്സിലായി. അനാചാരം ആയ ഒരു കാര്യമാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ. ഈ നബിദിനത്തിന് ഹദീസിൽ നിന്ന് തെളിവ് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇബ്നു ഹജറുൽ അസ്ഖലാനി തെളിവ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയാണ് ചോദിക്കുന്നത്. നിങ്ങൾ ചോദ്യം മാറ്റരുത്. ആ ചോദ്യം തന്നെ പറഞ്ഞത് ഇവിടെ നിങ്ങൾക്ക് ബേജാറോണ്ട് പറഞ്ഞു തോന്നിയിട്ടുണ്ടാവും. അപ്പൊ ആ ചോദ്യം തന്നെ പറഞ്ഞത് യഥാർത്ഥത്തില് പുത്തൻ വാദമാണ് എന്ന കാര്യത്തിൽ ഇപ്പൊ നമ്മൾ തമ്മിൽ തർക്കം തീർന്നു. ഞാൻ അനാചാരം എന്ന് വിടുക, പുത്തൻ വാദമാണ്, അത് മതിയായിക്കോട്ടെ. അൽഹംദുലില്ലാ. എന്നാ നാളെ മൂലങ്ങൾക്ക് പറഞ്ഞുകൊടുക്കി, നാളെ മുതൽ ഈ നാട്ടിലേക്ക് പറഞ്ഞുകൊടുക്കി പുത്തൻ വാദമാണ്. അൽഹംദുലില്ലാ. ശരി, അപ്പൊ സലാഹുദ്ദീൻ മുസ്ലിയാർ സമ്മതിച്ചു പുത്തൻ വാദമാണ്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. നിങ്ങൾ അത്ര സമ്മതിച്ചാൽ മതി, നിങ്ങൾ അത്ര സമ്മതിക്കുള്ളൂ, നിങ്ങൾ അത്രേ സമ്മതിക്കും. അതും വല്ലിട്ടല്ലേ. ശരി. മൂപ്പര് ചാടിപ്പോയത്, മൂപ്പര് എഴുന്നേറ്റ പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ കുഴപ്പമില്ല.
സലാഹുദ്ദീൻ മുസ്ലിയാർ തുള്ളി, അതാ പ്രശ്നം, അല്ലെങ്കിൽ ഒരു പ്രശ്നം ചെയ്യുന്നു. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇനി അത്തരമൊരു പുത്തനാചാരം ആ പുത്തനാചാരത്തിന് ഇനി ഹദീസ് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെളിവുണ്ടാവോ? അങ്ങനെ തെളിവുണ്ടായ പുത്തനാചാരം ആവോ? അത് പുത്തനാചാരം ആവോ? യഥാർത്ഥത്തിന് ഹദീസ് ഉണ്ട് എന്ന് പറയാം, എന്നിട്ട് പുത്തനാചാരം എന്നും പറയാം. ഇനി മാത്രമല്ല, പുത്തൻ വാദം എന്നാണെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഈ ഇത് കൊണ്ടെടുക്കുന്ന ആളുകളെ പറ്റി അവര് പുത്തൻവാദികൾ എന്തെങ്കിലും പറയണ്ടേ? ഇത് പുത്തൻ വാദമാണ് എന്നതിൽ തർക്കം തീർന്ന സ്ഥിതിക്ക് ഇനി എന്ത് പറഞ്ഞു? ഞങ്ങൾ പറയുന്നു ഒരു പുത്തൻ വാദവും പാടില്ല. അതിന് അതിൽ തെളിവ് ആര് പറഞ്ഞാലും ശരി, പുത്തൻ വാദമാണ് ഇത് സ്ഥിരപ്പെട്ട സംഗതിക്ക് തെളിവ് ആര് പറഞ്ഞാലും ശരി, അത് അംഗീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല. ഇനി പറഞ്ഞത് എന്താണ്? തിങ്കളാഴ്ച നോമ്പാണല്ലോ. അതിന് പറഞ്ഞ തെളിവെന്താ? തിങ്കളാഴ്ച നോമ്പാണല്ലോ. അതുകൊണ്ട് അങ്ങനെ തെളിവ് പറഞ്ഞത് കൊണ്ടും ഒരിക്കലും അതെന്തല്ല, ന്യായമല്ല. അത്രേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ സുയൂത്തിയാണ് എന്ത് പറഞ്ഞത്? അഖീഖത്ത് പറഞ്ഞത്, അത് അസ്കലാനി അല്ല. ഏതായിരുന്നാലും ശരി, അഖീഖത്തിന്റെ ഹദീസ് പറഞ്ഞാലും തിങ്കളാഴ്ച നോമ്പിന്റെ ഹദീസ് പറഞ്ഞാലും ഇനി അല്ലാത്ത ഹദീസ് പറഞ്ഞാലും, അതേപോലെ മുഹറം ആശൂറാ അതും ആ കിതാബ് പറഞ്ഞിട്ടുണ്ട്. എളുപ്പം വായിക്കണ ഭാഗത്ത് അതും ഉണ്ടാവും. ആശൂറാ നോമ്പുണ്ട്. ശരി. അപ്പൊ അതൊക്കെ പറഞ്ഞാലും ശരി, അതുകൊണ്ട് പുത്തൻവാദമല്ലാതാകുന്നില്ല. ആശുറ നോമ്പിന്റെ മഹത്വം പറഞ്ഞിട്ടോ, അഖീഖത്തിന്റെ ഹദീസ് പറഞ്ഞിട്ടോ, തിങ്കളാഴ്ച നോമ്പിന്റെ ഹദീസ് പറഞ്ഞിട്ടോ ഒന്നും ഒരു പുത്തൻവാദമാകാതിരിക്കില്ല. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ്. അതുകൊണ്ട് ഇനിയിപ്പോ തെളിവുണ്ട് എന്ന് ആരും പറഞ്ഞിട്ടും കാര്യമില്ല. മാത്രവുമല്ല, ബിദ്അത്താണ്, അത് പുത്തൻവാദം എന്ന അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ചുരുങ്ങിയ പക്ഷം മൗലിദ് പുത്തൻവാദമാകുന്നു. അതുകൊണ്ട് അത് കൊണ്ടെടുക്കുന്ന ആളുകൾ പുത്തൻവാദികളാകുന്നു എന്ന് തെളിഞ്ഞല്ലോ. ഈ പുത്തൻവാദം കൊണ്ടെടുക്കുന്ന ആളുകൾ പുത്തൻവാദികളാകുന്നു എന്ന് തെളിഞ്ഞല്ലോ. നമുക്കത്ര ആവശ്യമുള്ളൂ. ഇത് പുത്തൻവാദമാണ്, അതുകൊണ്ട് അതിന്റെ ആളുകൾ പുത്തൻവാദികളാണ്. ഈ ഞാൻ ഹദീസിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ എന്താണ്? ആശൂറാ നോമ്പ്, അതേപോലെ അഖീഖത്തിന്റെ ഹദീസ്, അതൊരിക്കലും എന്തല്ല, ഇത് സ്ഥാപിക്കാവുന്ന തെളിവുകൾ അല്ല. അത് ആര് പറഞ്ഞാലും ശരി, ഏത് ഇമാം രേഖപ്പെടുത്തിയാലും ശരി, അതൊരിക്കലും നബിദിനാഘോഷം എന്ന ഈ ബിദ്അത്തിനെ, ഈ പുത്തൻവാദത്തിന് ന്യായീകരിക്കാവുന്ന തെളിവല്ല. എന്തുകൊണ്ട് ഈ അഖീഖത്തിന്റെ ഹദീസ് സ്വഹീഹാണെങ്കിൽ പോലും ആ അഖീഖത്ത് അല്ലാഹുവിന്റെ റസൂൽ അർത്ഥെങ്കിൽ ആ അഖീഖത്തിന്റെ മാംസം വാങ്ങിക്കൊണ്ടുപോയ സ്വഹാബികൾക്ക് മനസ്സിലായിട്ടില്ല ഇത് നബിദിനം ആഘോഷിക്കാൻ തെളിവാന്നുള്ളത്. അള്ളാഹിന്റെ റസൂല് അഖീഖത്ത് അറുത്തിട്ട് ആ മാംസം വാങ്ങിക്കൊണ്ടുപോയ സ്വഹാബിമാർക്ക് മനസ്സിലായിട്ടില്ല ഇത് നബിദിനം ആഘോഷിക്കാൻ തെളിവാണെന്ന്. അതുകൊണ്ട് അത് തെളിവാക്കിയിട്ട് ഇതും ന്യായീകരിക്കാൻ അത് വകുപ്പില്ല. ഇമാമിങ്ങൾ കിതാബിൽ കാണും, ആ കിതാബിൽ കണ്ടത് കൊണ്ട് മാത്രം അത് സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല. നേരത്തെ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ഈ പ്രിയ സുഹൃത്ത് ഇസ്മായിലാണ് എന്നെ മുഖാമുഖത്തിലേക്ക് വിളിച്ചത്. ഒരുപാട് ചോദ്യം എനിക്ക് സാധാരണ ഇസ്മായിലിനോടൊക്കെ ചോദിക്കാനുണ്ട്. അതിനു മുമ്പ് ഒരു ലഘുലേഖ കിട്ടിയത്, ആ ലഘുലേഖയിൽ പുത്തനാചാരം അനാചാരം എന്ന് കൊടുത്തത് വേണ്ട എന്ന് ഫൈസൽ മൗലവി പറഞ്ഞ സ്ഥിതിക്ക്, അനാചാരം എന്ന് കൊടുത്തത് വേണ്ട എന്ന് ഫൈസൽ മൗലവി പറഞ്ഞ സ്ഥിതിക്ക് ആ അനാചാരം വെട്ടി ഈ ലഘുലേഖ ഒന്നും കൂടെ ഇറക്കേണ്ടതാണ്. അടുത്ത വിഷയം, ഇമാം സഖാവി പറയുന്നു, നിശ്ചയം ഈ മൗലിദ് കഴിക്കുന്ന സമ്പ്രദായം ഹിജ്റ നൂറ്റാണ്ടിനു ശേഷം പുതുതായി ഉണ്ടായതാണ്. രാജാക്കന്മാരിൽ നിന്ന് ആദ്യമായി മൗലിദ് സമ്പ്രദായം പുതുതായി ഉണ്ടാക്കിയത് അബൂ സഈദ് എന്നറിയപ്പെടുന്ന മുളഫർ രാജാവാണ്. ഇആനത്തു താലിബീൻ 3-ാം വാള്യം 365-66. ഇമാം സഖാവി പറയുന്ന ഇആനത്തു താലിബീനിലെ ആ ഇബാറത്ത് ഒന്ന് വായിച്ച് അർത്ഥം വെച്ചാൽ ഉപകാരമായിരുന്നു. ഇങ്ങനെ ചോദിക്കുന്ന എത്ര ഉഷാറിയോ. എല്ലാവരുടെ ചോദ്യം ഈ കോലത്തിൽ ആവുകയാണെങ്കിൽ ഇത് വളരെ മാന്യമായി നമുക്കിത് കൊണ്ടുപോകാമായിരുന്നു. ഇതാണ് ഇആനത്തു താലിബീൻ. ഇപ്പോഴാണ് കാര്യം പറഞ്ഞത്. അതിൽ അൽഹംദുലില്ലാ അപ്പൊ നാട്ടിലേക്ക് മനസ്സിലായി മുതൽ ഇപ്പോഴേ കാര്യം ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ശരി, ഇതാണ് ആ പറഞ്ഞ ഇആനത്തു താലിബീൻ. ഈ ഇആനത്തു താലിബീനിൽ എന്ത് ചെയ്യുന്നു? മൗലിദുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നുണ്ട്. അതില്
വ്യത്യസ്തങ്ങളായ പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഭാഗം എടുത്തു കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോളി, ശ്രദ്ധിക്കും. ഇതില് 364 പേജ്. കാല സഖാവി സലാഹുദ്ദീൻ മുസ്ലിയാരെ നേരത്തെ നിങ്ങൾ ചോദിച്ചപ്പോ മറ്റേ ചോദിപ്പാക്കി, ഞാൻ അയാൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിപ്പാക്കി. എന്താ പെങ്ങനെ അയാൾ കേട്ടോട്ടെ, നിങ്ങൾ എന്തിനാ ബേജാറാകണ്ടേ? ഇത് ഇങ്ങനെ ഒത്തു വന്നതാപ്പത്. കാല സഖാവി, ഇതാ ശരി, സഖാഫി അല്ല സഖാവി. കാല സഖാവി, സഖാവി പറഞ്ഞിരിക്കുന്നു, ഇന്ന അമലൽ മൗലിദി, തീർച്ചയായും മൗലിദി എന്ന അമല് ഹദസ ബഅദൽ ഖുറൂനി സലാസതി, 3 നൂറ്റാണ്ടുകൾക്കു ശേഷം പുതുതായി ഉണ്ടായതാകുന്നു. ഹദസ ബഅദൽ ഖുറൂനി സലാസതി, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം അല്ലെങ്കിൽ 3 തലമുറകൾക്ക് ശേഷം പുതുതായി ഉണ്ടായതാകുന്നു എന്ന് സഖാവി പറഞ്ഞിരിക്കുന്നു. അതാണ് ഇതിലുള്ളത്. ബാക്കി വായിക്കണോ? ചോദ്യകർത്താവ് ഞാനെന്ന് നമുക്ക് പറയാണ്. ഇമാം സഖാവി പറയുന്നു, നിശ്ചയം ഈ മൗലിദ് കഴിക്കുന്ന സമ്പ്രദായം ഹിജ്റ 3 നൂറ്റാണ്ടിന് ശേഷം പുതുതായി ഉണ്ടായതാണ്. രാജാക്കന്മാരിൽ നിന്ന് ആദ്യമായി മൗലിദ് സമ്പ്രദായം പുതുതായി ഉണ്ടാക്കിയത് അബൂ സഈദ് എന്നറിയപ്പെടുന്ന മുളഫർ രാജാവാണ്. ഈ സഖാവിയുടെ കൗലും കൂടെ ഒന്ന് ഉദ്ധരിക്കാം. അപ്പൊ പൂർത്തിയാവും. ഇടക്ക് വേറുണ്ട്, അതും വായിക്കണോ? നിങ്ങൾ ചോദിച്ചല്ലേ വായിക്കണ്ടേ? നിങ്ങൾ ചോദിച്ചെന്താ അതിന് പറഞ്ഞ ഭാഗം വായിക്കുന്നല്ലേ? സഖാവി മൗലിദിന്റെ ആളാണ്, അതിലായിരിക്കും തർക്കമുള്ളത്. സഖാവി മൗലിദിന്റെ ആളാണ്, മൗലിദിന്റെ ആളാണ്, അത് തർക്കമല്ലല്ലോ. അത് ശരി, നിങ്ങളെ കിതാബ് അത്, അതിലിപ്പോ നിങ്ങൾ തന്നെ എഴുതിക്കൊള്ളൂ. ഇത് നിങ്ങളെ കിതാബല്ലേ? ഫത്തുൽ മുഈന്റെ വ്യാഖ്യാനം ചങ്ങായിമാരത്, ഫത്തുൽ മുഈന്റെ വ്യാഖ്യാനല്ലേ? അതിലുണ്ടാവുള്ളൂ, ഉറപ്പല്ലേ? അത് ശരി, അതാ നിങ്ങളെ വിഷയം. സഖാവി മൗലിദ് വർത്താൻ പറഞ്ഞ ആളാ, തർക്കം തന്നെ ഇല്ല. കിതാബോ അത് തരൂല, നിങ്ങളെ വിശ്വാസമില്ല. അപ്പൊ യഥാർത്ഥത്തില് സഖാവി മൗലിദിന്റെ ആളാണ്, അത് പ്രശ്നമല്ല. അത് ശരി, അതിപ്പോ എല്ലാരും പറഞ്ഞതല്ലേ. ഇവിടെ എന്താ പറഞ്ഞത്? ഇന്ന അമലൽ മൗലിദി, തീർച്ചയായും മൗലിദി എന്ന അമല് ഹദസ ബഅദൽ ഖുറൂനി സലാസതി, 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായി വന്നതാണ് എന്നൊരു പറയാം. ഇനി ബാക്കി വായിച്ചതാ വേണ്ട, ബാക്കി വായിച്ചതാ. എന്താ ബാക്കിയുള്ളത്? സുമ്മ ലാ സാല അഹ്ലുൽ ഇസ്ലാമി, പിന്നീട് ഇസ്ലാമിന്റെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, മിൻ സാഇജിൽ അഖ്താരി വൽ മുദ്നിൽ കിബാരി യഅമലൂനൽ മൗലിദ, വലിയ വലിയ പട്ടണങ്ങളിൽ മൗലിദ് എന്ന അമല് പിന്നീട് മുസ്ലിമീങ്ങൾ ചെയ്തു വരുന്നുണ്ട് എന്ന് ഇതിനു ശേഷം ബഅദൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടിന് ശേഷം പുതുതായി ഉണ്ടായതാണ്. അതിനുശേഷം ചെയ്യുന്നുണ്ട്, ഇസ്ലാമിക ലോകത്ത് ചെയ്യുന്നുണ്ട്. എന്നിട്ടോ വയതസദ്ദഖൂന, അവർ സദഖ ചെയ്യുന്നുണ്ട്, ഫീ ലയാലിഹി, അതേ രാത്രികളിൽ, ബി അൻവാഇ സദഖാതി, വ്യത്യസ്തങ്ങളായ സദഖകൾ, വയഅതനൂന ബിഖിറാഅത്തി മൗലിദിൽ കരീമി, മഹത്തായ മൗലിദ് പാരായണത്തിന് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. വയദ്ഹറു മിൻ ബറകാതിഹി, ആ ബറകത്ത് അവർക്ക് കാണുന്നുമുണ്ട്. കുല്ല ഫളിൻ അമീം. വഖാല ഇബ്നുൽ ജൗസി പറഞ്ഞിരിക്കുന്നു, മിൻ ഖവാസിഹി അന്നഹു അമാനുൻ ഫീ ദാലികൽ ആമി, ആ കൊല്ലത്തിൽ അത് സുരക്ഷയാണ്. വബുസ്ത ആജില ബിനൈദിൽ ബുഗയത്തി വൽ മറാം, എന്നിട്ടാ പറഞ്ഞത് വഅവ്വലു മൻ അഹ്ദസഹു, നേട്ടമുണ്ട് ബറകത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാ വഅവ്വലു മൻ അഹ്ദസഹു, ഇത് ആദ്യമായി ഉണ്ടാക്കിയത്, മിനൽ മുലൂക്കി, രാജാക്കന്മാരിൽ നിന്ന്, അൽ മലിക്കുൽ മുദഫർ അബൂ സഈദ് സാഹിബ് ഇർബൽ രാജാവായ മുദഫർ രാജാവാണ് ആദ്യമായി ഉണ്ടാക്കിയത്. വഅല്ലഫ ലഹു ഹാഫിദ് ഇബ്നു ദഹിയ അദ്ദേഹത്തിന് വേണ്ടി രചിച്ചു കൊടുത്തിട്ടുണ്ട് തഅലീഫൻ സമ്മാഹു അത്തൻവീർ ഫീ മൗലിദിൽ ബശീർ നദീർ എന്നൽ മൗലിദ് ഫഅജാസൽ മലിക്കുൽ മുദഫർ ബി 1000 ദിനാറിൻ, മുദഫർ രാജാവ് 1000 ദീനാർ അന്ന് കൈമടക്കം കൊടുത്തിട്ടുണ്ട്. അന്ന് മൗലിദ് 1000 ദീനാർ കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ കിട്ടുന്നില്ലെങ്കിലും. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇവിടെ ഇപ്പൊ എന്താ ഉള്ളത്? ഈ കിതാബ് മൗലിദ് ഓതാൻ പ്രോത്സാഹിപ്പിച്ച കിതാബാണ്, ഒരു സംശയവുമില്ല. ഇത് ഫത്തുൽ മുഈന്റെ വ്യാഖ്യാനമാണ്. പക്ഷെ അതിലും ഈ യാഥാർത്ഥ്യം പറഞ്ഞു. അതെ, അല്ലാഹു അക്ബർ, 3ാമത്തെ തക്ബീർ, അല്ലാഹു അക്ബർ, നീ 4ാമത്തും ചൊല്ലിയാൽ നമുക്ക് സലാം വീട്ടാം. അപ്പൊ ഏതായിരുന്നാലും ശരി, ഈ പറഞ്ഞ അദ്ദേഹം തന്നെയും പറഞ്ഞു മൗലിദ് ഓതിയ ബർക്കത്തുണ്ട് എന്നും മൗലിദ് ഓതിയ വലിയ പുണ്യമുണ്ട് എന്നും അത് ചെയ്യേണ്ടതാണ് എന്നും ഒക്കെ പറഞ്ഞ അതേ കിതാബിൽ തന്നെ എന്ത് പറഞ്ഞു? അന്ന അമലുൽ മൗലിദി, തീർച്ചയായും മൗലിദിന്റെ ഈ ഏർപ്പാട് ഹദസ ബഅദൽ ഖുറൂനി സലാസതി, ഉത്തമമായ 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായതാണ് എന്ന് പറഞ്ഞു.
എന്നാ അപ്പുറത്ത് വേറെ വൈരുദ്ധ്യം വേറെ ഉണ്ട്. എന്ത്? ഹസൻ ബസ്രി പറഞ്ഞത് തൊട്ടടുത്ത പേജിലുണ്ട്. അത് വൈരുദ്ധ്യമാണ് താനും. അപ്പൊ അത് മാത്രല്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇത് അംഗീകരിച്ചവരൊക്കെ ശരി. ഇനി ബാക്കി ഇനി ഈ മുളഫർ രാജാവാണ് തുടങ്ങിയത് എന്നത് സഹാവിയുടെ ഖൗലിലെ ഏത് ലഫ്ളിന്റെ അർത്ഥമാണ്? ഇബ്നുൽ ജൗസിയാണ് പറഞ്ഞത്, സഖാവിയല്ല. ഇതിൽ വന്ന പരാമർശമാണ് വായിച്ചത്. അത് ഇബ്നുൽ ജൗസി ആണെന്നില്ല. അതിന് ആര് പറഞ്ഞാലും സത്യം സത്യമാണല്ലോ. എന്താ ഉള്ളത്? എന്താണ്? എന്താ ഉള്ളത്? ഇത് ആര് പറഞ്ഞു? ഇബ്നുൽ ജൗസി പറഞ്ഞു വെക്കാം. സുഹൃത്തെ, എങ്ങനെ ഇബ്നുൽ ജൗസി പറയാ? മുളഫറിന്റെ മുമ്പ് ജീവിച്ച ആളാ ഇബ്നുൽ ജൗസി. മുളഫറിന്റെ മുമ്പ് ജീവിച്ചു പോയ ഇബ്നുൽ ജൗസിയെ പറയോ? നേരെ മറിച്ച് ഇയാനത്തിന്റെ വാചകമായിരിക്കാം, അല്ലെങ്കിൽ സഹാബിന്റെ വാചകമായിരിക്കാം. ആര് പറഞ്ഞാലും ശരി, ഇവിടെ ആര് പറഞ്ഞു എന്താ പറഞ്ഞത്? വഅവ്വലു മൻ അഹ്ദസഹു മിനൽ മുലൂകി അൽ മലിക്കുൽ മുളഫർ സാഹിബു ഇർബൽ. അതുണ്ടോ? അപ്പൊ മൂലമൊക്കെ ഒന്നാകെ ഇളകിപ്പോ. ഇത് ആദ്യമായി ഉണ്ടാക്കിയ രാജാക്കന്മാരിൽപ്പെട്ട രാജാവ് അൽ മലിക്കുൽ മുളഫർ സാഹിബു ഇർബൽ. ഇർബലിന്റെ ഭരണാധികാരിയായ മുളഫർ രാജാവാണ് ആദ്യമായി ഉണ്ടാക്കിയത്. ഉത്തമ നൂറ്റാണ്ടുകളിൽ ഇല്ല. ഏതാ ഉത്തമ തലമുറകള്? ഏതാ ഉത്തമ നൂറ്റാണ്ടുകള്? ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഖൈറായ തലമുറ എന്റെ തലമുറയാണ്, പിന്നെ അതിനടുത്ത തലമുറയാണ്, പിന്നെ അതിനടുത്ത തലമുറയാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്ക്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഖൈറായ തലമുറ, ഖൈറായ നൂറ്റാണ്ട് എന്റേത്, പിന്നെ അടുത്ത തലമുറ, പിന്നെ അടുത്ത തലമുറ. ആ മൂന്ന് തലമുറയിൽ ഇതില്ല. അത് തെളിഞ്ഞല്ലോ. ഇനി ആര് പറഞ്ഞാലും ശരി, ഈ കിതാബിൽ വന്നതാണ്. അതാ വിഷയം. ഈ കിതാബിൽ വന്ന എന്ത്? വഅവ്വലു മൻ അഹ്ദസഹു മിനൽ മുലൂകി അൽ മലിക്കുൽ മുളഫർ സാഹിബു ഇർബൽ വഅല്ലഫ ലഹു അൽ ഹാഫിദ് ഇബ്നു ദഹിയ തഅലീഫൻ സമ്മാഹു അൽ ബശീറുൻ നദീർ ഫീ മൗലിദിൻ നബി എന്ന പേരിൽ എന്ന പരാമർശം ഈ കിതാബിൽ ഉണ്ടോ ഇല്ലേ? അതല്ലേ പ്രധാനം. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞെന്താ? മൻ അഹദസ ഫീ അംരിനാ ഹാദാ. മൻ അഹദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ മതത്തിൽ ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ മൻ അഹദസ ഇതിന് പറയാ വഅവ്വലു മൻ അഹദസ, പുതുതായി ഉണ്ടാക്കിയ ആള് രാജാവാകുന്നു. നബി തങ്ങൾ പറയാ മൻ അഹദസ, ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ തള്ളപ്പെടേണ്ടതാണ്. ഇതിന് പറയാ പുതുതായി ഉണ്ടാക്കിയതാകുന്നു. എത്ര വ്യക്തമാണ്? മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ മതത്തിൽ ഇല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ തള്ളണം. അതേ പ്രയോഗം വഅവ്വലു മൻ അഹദസ, ആദ്യമായി പുതുതായി ഉണ്ടാക്കിയ ആൾ മലിക്കുൽ മുളഫറാണ്. അതുണ്ടോ ഇല്ലേ? അതല്ലേ വിഷയമുള്ളൂ. ശരി, ബാക്കി പറഞ്ഞോളി. വിഷയം അതല്ല. ഫൈസൽ മൗലവി, നിങ്ങൾ നീട്ടി പ്രസംഗിക്കുന്നത് കൊണ്ട് എന്തൊക്കെ പറയാണ്. പ്ലീസ് എന്ത് ചെയ്യാ? എന്റെ ചോദ്യം എന്താ അറിയോ? ഈ ലഘുലേഖ പിടിച്ചിട്ടാണ് എന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഇസ്മായിലിനെ അടുത്തിരുത്തി ഞാൻ ചോദിക്കുന്നത്. എന്താന്ന് വെച്ചാല് എനിക്ക് ഒരുപാട് ചോദിക്കാനുണ്ട്. ഈ ലഘുലേഖയിൽ സഖാവി പറയുന്നു എന്ത്? ആദ്യമായി തുടങ്ങിയത് മുളഫർ രാജാവാണെന്ന്. സഖാവിയുടെ ഇബാറത്ത് നിങ്ങൾ വായിച്ച ഇബാറത്തിൽ അങ്ങനെ ഉണ്ടോ ഇല്ല പറഞ്ഞാൽ മതി. ലഘുലേഖ നിങ്ങൾ അയക്കൂല ഇറക്കിയത്, കാരണം നിങ്ങൾ നല്ല വിവരമുള്ള ആളാണ്. വിവരമില്ലാത്ത ആളാണ്. അങ്ങനെ സഖാവി വായിച്ച ഇബാറത്തിൽ അങ്ങനെ ഉണ്ടോ? ഈ കിതാബാണ് കൊടുത്തത്. അല്ല, അവിടെ കൊടുത്ത കിതാബ് സഖാവിയുടെ ഇയാനത്ത് ഉണ്ടോ? സഖാവി പറഞ്ഞതുണ്ടോ? അവിടെ കൊടുത്തെന്താ? സഖാവി ഇയാനത്ത് തോൽബിൽ എന്താ ഉള്ളത്? അവിടെ ഒരു മിനിറ്റ്, ആയിക്കോട്ടെ, ശരി ശരി. അവിടെ സഖാവി പറഞ്ഞുണ്ടോ? ഇല്ലല്ലോ. അത് ഫുള്ള് സഖാവി പറഞ്ഞിട്ടുണ്ടോ? ഇമാം സഖാവി പറയുന്നു, നിശ്ചയം ഈ മൗലിദ് കഴിക്കുന്ന സമ്പ്രദായം ഹിജ്റ 3 നൂറ്റാണ്ടിന് ശേഷം പുതുതായി ഉണ്ടായതാണ്. രാജാക്കന്മാരിൽ നിന്ന് ആദ്യമായി മൗലിദ് സമ്പ്രദായം പുതുതായി ഉണ്ടാക്കിയത് അബൂ സഈദ് എന്നറിയപ്പെടുന്ന മുളഫർ രാജാവാണ്. ഇൻവേർട്ടർ കോമ ഇതിൽ ആ പേജാണിത്. അതെ, സഖാവി പലതും കൊടുത്തു, ഇയാൾക്ക് പലതും കൊടുത്തു. അതല്ലേ ഉള്ളത്.
സഹാബി പലതും കൊടുത്തു, ഈ ആയത്തിൽ വന്നതും കൊടുത്തു. നിങ്ങൾക്ക് അത് രണ്ടും ഈ കിതാബാണ്. അല്ല ഫൈസൽ മൗലവി, നിങ്ങൾക്ക് ഭാഷ അറിയാത്തത് കൊണ്ടാ ഒരാളെ കൗല് കൊടുത്തിട്ട് ഇൻവേർട്ടർ കോമ കൊടുത്തിട്ട് ഒരാള് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഇൻവേർട്ടർ കോമന്റെ ക്ലോസ് എവിടെ വരുന്നത്? ക്ലോസും ഓപ്പൺ ഒക്കെ ആയിക്കോട്ടെ. ഇവിടെ യഥാർത്ഥത്തില് അങ്ങനല്ലേ? അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞ അതേമാതിരി തന്നെ. ശരി, ഈ തോലബിയിൽ 3-ാം വാള്യം 364, 365 അതിൽ ആ ഭാഗം ഉണ്ടോ ഇല്ലേ? ഇനി സഹാബി പറഞ്ഞില്ലേ? സഹാബി പറഞ്ഞാലും വേണ്ടില്ല, പൈസ പറഞ്ഞാലും വേണ്ടില്ല, സംഗതി ഉണ്ടോ നോക്കിയാ പോലെ. എന്താ ഉള്ളത്? അത് ആ പേജിൽ ഇല്ലെങ്കിൽ പറയും. അവിടെ കൊടുത്ത കിതാബും അവിടെ കൊടുത്ത വാള്യവും അവിടെ കൊടുത്ത പേജും അത് ഇല്ലേ? ഞങ്ങൾ പറഞ്ഞോളി. നമ്മൾ സമ്മതിച്ചു. അതല്ല വിഷയം. സഹാബിയുടെ കൗലി എന്ന് പറഞ്ഞിട്ട് ഇൻവേർട്ടർ കോമ ഇട്ട് കൊടുക്കുകയാണ് ഈ വിഷയം. ഇൻവേർട്ടർ കോമ ഇട്ട് കൊടുത്താൽ അതിന്റെ അവസാനം ക്ലോസ് വരുന്നത് വരെ ആരുടെ കൗലാണോ അയാളെ തന്നെ ഉദ്ധരിക്കണം. സഹാബി അങ്ങനെ പറഞ്ഞിട്ടില്ല, ഈ ആലത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. സഹാബി പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ ആലത്തിന്റെ പേരിൽ ഈ ആള് ഇത് ഇറക്കിയ ആള് ഫൈസൽ മൗലവി ഞാൻ പറയൂല, കാരണം കുറച്ച് അന്തള്ളിലുണ്ട്. അതുകൊണ്ട് ഇത് ഇറക്കിയ ആള് പച്ചക്കളവാണ് പറഞ്ഞത്, പച്ചക്കളവാണ്. ശരി, ഇനി നമ്മൾ ചെയ്യാവുന്ന പണി ആ ഇൻവെർട്ടർ കോമ ലേശം അപ്പുറത്ത് നിൽക്കാൻ മതിയല്ലോ. പ്രശ്നം തീർന്നില്ലേ? അത്രല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ, അല്ലാഹു അക്ബർ. അപ്പൊ ഇൻവെർട്ടർ കോമ അപ്പുറത്തിടേണ്ട ഇപ്പുറത്തായി പോയി, അതല്ലേ കുഴപ്പമുള്ളൂ. അപ്പുറത്തിടേണ്ട ഇൻവെർട്ടർ കോമ ഇപ്പുറത്തേക്ക് വന്നു. അപ്പുറം സംഗതി ഉണ്ടല്ലോ. എന്തേ ഉള്ളൂ? ഒരു ഇൻവെർട്ടർ കോമ അപ്പുറത്തിടേണ്ടതായിരുന്നു. അത് ശരിയാണ്, അതിൽ വന്നൊരു അബദ്ധം തന്നെയാണ്. എന്താ ഉള്ളത്? അതിലെന്താ? ഇന്ന അമദൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസതി. ഇമാം സഖാവി പറയുന്നു, മൗലിദി എന്ന ഏർപ്പാട് 3 നൂറ്റാണ്ടിന് ശേഷം വന്നതാണ്. അവിടെ ഇൻവെർട്ടർ കോമ അവസാനിപ്പിക്കേണ്ടിയിരുന്നു. ശരിയാണ്. ആ ഇൻവെർട്ടർ കോമ അവിടെ ഇടുന്നതിന് പകരം കുറച്ച് അപ്പുറത്ത് നീങ്ങി. പ്രസ് വെച്ചതായിരിക്കാം, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം, അച്ചടിച്ച വെച്ചായിരിക്കാം. എന്തേ ഉള്ളൂ? വിഷയം അതിലുണ്ട്. ഇൻവെർട്ടർ കോമ ഇട്ടത് ശരിയായില്ലാന്നുള്ളൂ. ഇതല്ലേ കുഴപ്പമുള്ളൂ. ഇൻവെർട്ടർ കോമ അവിടെ വേണ്ടത് കുറച്ച് ഇപ്പുറത്ത് ഇട്ടാ പ്രശ്നം തീർന്നു. അപ്പൊ കിതാബിലുണ്ട് 3-ാം വാള്യത്തിൽ തന്നെയുണ്ട്. 364, 365 പേജുകളിൽ തന്നെയുമുണ്ട്. അപ്പൊ കിതാബ് പേയിച്ചിട്ടില്ല, വാള്യം പേയിച്ചിട്ടില്ല, പേജ് പേയിച്ചിട്ടില്ല. പിന്നെ എന്താ പേയിച്ചത്? ലേശം ഇപ്പുറത്ത് വരേണ്ട ഒരു പുള്ളി കുറച്ച് അപ്പുറത്തേക്ക് കയറി. പുള്ളിക്കാരൻ അങ്ങനെയാണല്ലോ. അപ്പൊ ഏതായാലും ശരി, നമ്മളെ വിഷയം എന്താ? ഈ കിതാബിൽ പറയുന്നു, എന്ത് പറയുന്നു? ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ. അതിൽപ്പെട്ട ഒരു യാഥാർത്ഥ്യം അത് ഇത് മുഴുവനാക്കട്ടെ. ഈ നാട്ടിലേക്ക് നമ്മളെ മനസ്സിലാകാം. നിങ്ങൾക്ക് മനസ്സിലായി, ശരിയാണ്. നിങ്ങൾ എന്നും മനസ്സിലാക്കണല്ലോ. അപ്പൊ ഏതായിരുന്നാലും നല്ലതാ. എനിക്ക് ആവേശം നല്ലതൊക്കെ. കാരണം ഈ ഫുട്ബോളിന് പോകണ ഇതിനും വന്നുകൊണ്ട് ഉണ്ടാവും. അത് നിവൃത്തില്ല. ദീൻ പഠിക്കാൻ വേണ്ടി ഈ മനുഷ്യർക്ക് ദീൻ പഠിക്കാൻ വന്നാ ഒരിക്കലും പ്രശ്നമില്ലല്ലോ. നിങ്ങൾ പിന്നെ നിങ്ങൾ സാധാരണ തക്ബീർ തൊഴിലാളികളെ പോലുണ്ട്. നമ്മൾ അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. നിങ്ങൾ അതന്നെ ചെയ്യും വേണം, അപ്പോഴേ നിങ്ങൾ ആവുള്ളൂ. അവിടെ ഇടയ്ക്കൊക്കെ തക്ബീർ ചൊല്ലിക്കോളി, നല്ലതാണ്. അപ്പൊ ഏതായിരുന്നാലും ഈ കിതാബിലടക്കം പറഞ്ഞത് എന്താ? ഈ കിതാബിലടക്കം പറഞ്ഞത് എന്താണ്? ഇന്ന അമദൽ മൗലിദി ഖാല സഖാവി പറഞ്ഞിരിക്കുന്നു, ഇന്ന അമദൽ മൗലിദി, തീർച്ചയായും അമദൽ മൗലിദി, മൗലിദിന്റെ ഏർപ്പാട് അതെന്താണ്? ഹദസ ബഅദൽ ഖുറൂനി സലാസ. 3 തലമുറകൾക്ക് ശേഷം അല്ലെങ്കിൽ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടായി വന്നതാകുന്നു എന്ന് സഖാവി പറഞ്ഞിരിക്കുന്നു. അതുണ്ടല്ലോ. മതി, അൽഹംദുലില്ലാ, ഉണ്ടായാ മതി. അപ്പൊ 3 നൂറ്റാണ്ടിന് ശേഷമാണ് ഈ ഏർപ്പാട് ഉണ്ടായത് എന്ന് സഖാവി പറഞ്ഞിട്ടുണ്ട്. അതാണ് തഴവയും പറഞ്ഞത്. എന്നും സഖാവി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. നോക്കി മുസ്ലിയാരെ നോക്കി. താഴ്വ പറഞ്ഞെന്താ? താഴ്വ പറയാം, മൗലിദ് കഴിക്കാൻ പറഞ്ഞ താഴ്വ. മൗലിദ് കഴിക്കണമെന്നും ഇത് കേക്കി. സഖാവിന്റെ പേര് ഞങ്ങൾ മാത്രമല്ല. മുസ്ലിയാർ ഇത് കേക്കി. സഖാവിന്റെ പേര് ഞങ്ങൾ മാത്രമല്ല പറഞ്ഞത്. സഖാവിന്റെ പേരില് നിങ്ങളെ മുസ്ലിയാക്കന്മാർ ഇരിച്ചത് എന്താ ചെയ്യോ? മൗലിദ് കഴിക്കണമെന്ന് പറഞ്ഞ ആളാ. മൗലിദ് കഴിക്കണമെന്നും അതുകൊണ്ട് ഖൈറുണ്ട് എന്നും മുസീബത്ത് ഒഴിവാകുമെന്നും ഒക്കെ പറഞ്ഞ താഴ്വ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ. അയാൾ പറയാറുണ്ട്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. ഇനി ആരുണ്ടാക്കി?
ആരുണ്ടാക്കിയതാ പറയുന്നു മലിക്കുൽ മുദഫർ, ധീരനായ ഒരു രാജന, ഇർബൽ ഭരിച്ചവരാണു വൻ ധർമ്മിഷ്ഠന. മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ. ശൈഖ് ഇബ്നു ദുഹിയ മൗലിദ് ഒന്ന് രചിക്കലായി, രാജാവിനത് കണ്ടേറ്റവും സന്തോഷമായി, സമ്മാനമായി പൊന്നായിരം നൽകുന്നതായി എന്നുള്ളത് ഇബ്നു കസീർ താൻ പറയുന്നതായി. അപ്പൊ അവിടെ ഉണ്ട്. അപ്പൊ എന്തായി? അപ്പൊ അൽഹംദുലില്ലാഹ് ഇബ്നു കസീറിലുണ്ട്, അതേപോലെ ഇയാനത്തിലുമുണ്ട്, അതേപോലെ സുയൂത്തിന്റെ അൽഹാമിലി ഫത്താവയിലുമുണ്ട്, ഉസ്തുൽ മഖ്സദിലുമുണ്ട്, ഇബ്നു ഹൈതമിയും പറഞ്ഞിട്ടുണ്ട്, അസ്കലാനിയും അതിന് എതിരില്ല. അപ്പൊ എല്ലാരും ഒത്തൊരുമിച്ച് പറഞ്ഞത് മുദഫർ രാജാവ് ഉണ്ടാക്കിയതാണ്. അകൃത്യല്ലേ? ഇനിയിപ്പോ ആകെ എന്തേ ഉള്ളൂ, ആ ഇൻവെർട്ടർ കോമൗട്ട് ശരിയായില്ല. ശരി, അത് നമുക്ക് ഇനി കേൾക്കുമ്പോ പ്രസേനോട് പറയുന്നത്, കുഞ്ഞ കഴിഞ്ഞ മാസം ആ പുള്ളിട്ട് വെച്ചിട്ടുണ്ട്, ആ പുള്ളി അവിടുന്ന് മാറ്റി ഇപ്പുറത്തേക്ക് മാറ്റണം. അത് നമ്മൾ സമ്മതിച്ചു. ആ പുള്ളി അപ്പുറത്തുനിന്ന് മാറ്റി ഇപ്പുറത്തേക്ക് മാറ്റിയാൽ പ്രശ്നം അവസാനിക്കും. ഇനി ശരി, അടുത്ത ചോദിച്ചോട്ടെ. അടുത്ത മുസ്ലിയാർ ചോദിക്കട്ടെ. മുപ്പത് കുറെ നേരെ ചോദിക്കാൻ മുട്ടിക്കൽ. ബാക്കിയുള്ള മുസ്ലിയാക്കന്മാർ ഇരിക്കി. എന്താണ് ബാക്കി മുസ്ലിയാക്കന്മാർ ഇരിക്കി? ശരി മുസ്ലിയാർ ചോദിക്കട്ടെ, പേര് പറയും.